ഓക്കെ, വിനോദ് സാർ പറഞ്ഞതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോൾ പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ മാസം 5000 BV, അതായത് നമുക്കറിയാം ഒക്ടോബർ നവംബർ ഡിസംബർ മാസം 5000 BV ചെയ്തു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഈ ഒരു മഹത്തായിട്ടുള്ള പരിപാടിന്റെ ഭാഗമാകാം. പക്ഷെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പറയാനുള്ളത്, ഡിസംബർ മാസം 31 വരെ നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല കേട്ടോ. 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഈ മാസം ചെയ്യേണ്ട 5000 BV ന്യൂട്രിചാർജ് കൊണ്ട് നിങ്ങൾ ഡിസംബർ 15-ന്റെ മുമ്പേ ചെയ്തിരിക്കണം. ഒരു ദിവസം അങ്ങോട്ട് പോയാലും യു ആർ ഔട്ട് ഓഫ് കണ്ടൻഷൻ ആയി പോകും. അപ്പൊ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. 15 എന്ന് പറഞ്ഞാൽ 10 ദിവസം കൂടി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരാഴ്ച അങ്ങനെ പറയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് ചെയ്യുക ആൻഡ് ട്രൈ ടു ബി എ പാർട്ട് ഓഫ് ദിസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ബാക്കി 2500 ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം ചെയ്യുന്നത്, അങ്ങനെ 5000 6 മാസം ചെയ്യുന്നത്. പിന്നെ റിവാർഡ് പോയിന്റ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ഡൊമസ്റ്റിക് ടൂറുകൾ ഉണ്ട്. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൽ ഡൊമസ്റ്റിക് ടൂറിന് വിജയിച്ച് ആൾക്കാർക്ക് നമുക്കറിയുന്ന കാര്യമാണ്. ഇപ്പോൾ പല ആൾക്കാർ ഗോവയിലേക്ക് പോകുന്നുണ്ട്, പല ആൾക്കാർ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലേക്ക് പോകുന്നുണ്ട്, ചില ആൾക്കാർ സിൽവാസ ദാദ്ര ആൻഡ് നഗർ ഹവേലി അവിടത്തേക്ക് പോകുന്നുണ്ട്, ചില ആൾക്കാർ മുന്നാറിലേക്ക് വരുന്നുണ്ട്, നോർത്തേക്ക് ആൾക്കാർ. അപ്പൊ ഈ 4 സ്ഥലങ്ങളിലേക്ക് ഈ 1-2 മാസത്തിനുള്ളിൽ, ഇപ്പൊ ഗോവയിലേക്ക് പോകുന്നത് എനിക്ക് അടുത്ത ആഴ്ചയാണെന്ന് എല്ലാവരും പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഡൊമസ്റ്റിക് ടൂറിന്റെ ആദ്യത്തെ ഘട്ടത്തിലുള്ള ചില ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ ഈ റിവാർഡ് പോയിന്റ്സിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത് ആ ഡൊമസ്റ്റിക് ടൂറും അതുപോലെ തായ്ലാൻഡ് ടൂറും ഒക്കെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ബൈക്ക്, കാർ, അങ്ങനെ ഒത്തിരി സൗഭാഗ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ സെയിൽസ് എത്രയായി, നിങ്ങളുടെ സെൽഫ് ഐഡിയിൽ എത്രയായിട്ടുണ്ട്, ന്യൂട്രിചാർജിന്റെ സെയിൽ ഒക്കെ വാല്യൂ കണക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ടീമിലെ ആൾക്കാർക്ക് എന്തെങ്കിലും അതിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കൊരു വിജയത്തിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്താൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു വിജയം സുനിശ്ചിതമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷ്വൽ എയ്ഡ് പ്രസന്റേഷൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. വിഷ്വൽ എയ്ഡ് പല ആൾക്കാർ എന്നോട് ചോദിച്ചു, സാർ ഇതിന് കിട്ടാനുണ്ടാവും. ഇതല്ല, ഇതിനേക്കാളും വേരിയന്റ് ആയിട്ടുള്ള സാധനം ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിനെ വേറെ ഭാഷയിലാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് വെർഷൻ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതായിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഓക്കെ, വിനോദ് സാറിന്റെ സ്ക്രീൻ ഫുൾ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് ഈ പ്രൊഡക്ട്സ് നമുക്ക് ഈ സമയം കൊണ്ട് എത്ര പറയാൻ പറ്റുന്ന, ആദ്യം ഞാൻ 5, 6, 9 ഒന്നും പറയുന്നില്ല, നമുക്ക് എത്ര പ്രൊഡക്റ്റ് പറയാൻ പറ്റുന്ന അത്രയും പ്രൊഡക്റ്റ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു എന്താണ് പറഞ്ഞ, ഇപ്പൊ ഫിസിക്കൽ മീറ്റിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു എല്ലാ സ്ഥലത്തും. അപ്പൊ ഒരു ഫിസിക്കൽ മീറ്റിംഗിന്റെ ഒരു നാന്ദി കുറിക്കുന്ന പോലത്തെ ഒരു ട്രെയിലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ ഫാമിലി ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, നമ്മൾ ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മളെ കുടുംബത്തിനും നമുക്കും ആരോഗ്യം വേണമെങ്കിൽ അതിന് ശരിയായിട്ട് വേണ്ടത് പോഷക തത്വങ്ങൾ തന്നെയാണ്, ബാക്കിയൊന്നുമല്ല. അത് മനസ്സിലായിട്ടുള്ള ആൾക്കാർക്ക് എന്തോരം സങ്കടകരമാണെന്ന് പറഞ്ഞാൽ അത് 20% ഉള്ളൂ ഇപ്പോഴും എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം. ബാക്കി 80% ഇപ്പോഴും ഇങ്ങനെ കണ്ണും തുറന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. വേണോ വേണ്ടയോ എന്നുള്ള ആ 2 തുലാസിലാണ് ഇരിക്കുന്നത്. പക്ഷെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ തീരുമാനം എടുക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വരാൻ പോകുന്ന ഈ പറയുന്ന ഒമിക്രോൺ, കിമിക്രോൺ എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള വൈറസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ, നമ്മളെ ആരോഗ്യം കാത്ത് സംരക്ഷിക്കണമെങ്കിൽ, പല തരത്തിലുള്ള മാരക അസുഖങ്ങൾ ഇല്ലാതെ ആവണമെങ്കിലൊക്കെ നമുക്ക് പോഷകങ്ങൾ വളരെ ആവശ്യമാണ്. ആ ന്യൂട്രീഷൻ വളരെ ആവശ്യമാണ്. സോ ഇഫ് യു ഹാവ് ന്യൂട്രീഷൻ യു വിൽ ഹാവ് ഹെൽത്ത് ആൻഡ് യുവർ ഫാമിലി വിൽ ഹാവ് ഹെൽത്ത്. അപ്പൊ ഫാമിലി ഹെൽത്തിനും നമ്മളുടെ ഹെൽത്തിനും നമ്മളുടെ പരിസരത്തുള്ള എല്ലാവരുടെയും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ന്യൂട്രീഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോവാം. അപ്പൊ ന്യൂട്രീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാട്ട് ആക്ച്വലി ഇറ്റ് ഈസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അപ്പൊ കഴിക്കുന്ന ഭക്ഷണം ഒരു ഹൈ ക്വാളിറ്റി ഭക്ഷണമായിരിക്കണം, സമീകൃതമുള്ളതായിരിക്കണം. അതുപോലെ ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. അതാണ് ഏറ്റവും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും കണ്ണ് കിട്ടുന്നത് കഴിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ദുരിതമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷമോ, താൽക്കാലികമായിട്ടുള്ള ഒരു ആവേശമോ, താൽക്കാലികമായിട്ടുള്ള നമ്മളുടെ ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അത് ഉതകുന്നുണ്ടെങ്കിലും, പക്ഷെ ഇൻ ലോങ് റൺ അത് മാരകമായിട്ടുള്ള പ്രത്യാഘാതം നമുക്ക് സൃഷ്ടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും നമുക്ക് ഉണ്ടാകണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നത്തേക്ക് മാത്രമല്ല, ഈ നിമിഷത്തേക്ക് മാത്രമല്ല, വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മളുടെ കുടുംബത്തിനെയും നമ്മളെയും സുരക്ഷിതമായിട്ടുള്ള ഒരു വലയത്തിൽ കുടുക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങനത്തതായിരിക്കണം. പഴയ കാലത്തെ ആൾക്കാരുകൾ, ഇപ്പം ചില ആൾക്കാർ ചോദിക്കുന്ന, പഴയ ആൾക്കാരൊന്നും സാറേ ഇതൊന്നും കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ആരോഗ്യം? പക്ഷെ അവർ കഴിക്കുന്ന ഭക്ഷണമാണോ നമ്മൾക്ക് കഴിയുന്നത്? ഇപ്പോൾ കഴിക്കുന്ന പിസ്സ, ഇപ്പോൾ കഴിക്കുന്ന ഹംബർഗർ, ഇപ്പോൾ കഴിക്കുന്ന KFC, അങ്ങനത്തെ പല സ്ഥലത്തിലുള്ള ജങ്ക് ഫുഡുകൾ, ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇത്രയധികം ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ സാധാരണ ചായ പീടിക എന്നൊക്കെ എഴുതി വെച്ച ഒരു കടയുണ്ടാവും. സാധാ ചായ, സാധാ ഇങ്ങനെ ദോശ, അങ്ങനത്തെ സാധനം കിട്ടാന്നല്ലാതെ
ഇങ്ങനത്തെ പലതരത്തിലുള്ള ടേസ്റ്റ് എൻഹാൻസർ, പലതരത്തിലുള്ള നിറങ്ങൾ, പലതരത്തിലുള്ള വിഷങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭക്ഷണം ആ കാലത്തില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്, ഇന്ന് മേടിച്ചിരിക്കുന്ന സാധനം, ഫോർ എക്സാമ്പിൾ നോൺ വെജിനാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇറച്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് ഇന്ന് മേടിച്ച് ഇന്ന് തന്നെ അത് കംപ്ലീറ്റ് എക്സ്പോസ് ചെയ്യുന്നില്ല. അത് ചില സമയം ഫ്രീസറിലൊക്കെ വെച്ച് പലതരത്തിലുള്ള മരുന്നുകളൊക്കെ അടിച്ച് അതിനെ സംരക്ഷിക്കുക ചെയ്യുന്നത്. എന്നിട്ട് അത് വീണ്ടും വീണ്ടും കഴുകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കഴുകുന്നുണ്ട്, കഴുകുന്നില്ലയോ എന്ന് പറഞ്ഞാൽ കഴുകുന്നില്ല. അതൊക്കെ നമ്മളുടെ ഭാഗ്യം പോലെ. ഒന്ന് വെള്ളത്തിലിട്ട് അങ്ങ് കുളഞ്ഞ് അങ്ങ് കൊടുക്കും. അപ്പോ അത് തന്നെ വീണ്ടും വീണ്ടും 2-3 ദിവസം ഉപയോഗിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭക്ഷണം എന്തിനാ കഴിക്കുന്നത്? അതിൻ്റെതായ ഗുണം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, പണ്ടത്തെ ആൾക്കാരൊക്കെ കിലോമീറ്റേഴ്സ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കുമായിരുന്ന ആൾക്കാർ. അതേപോലെ പണ്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ സൂട്ട് കേസൊക്കെ കയ്യിൽ ഇങ്ങനെ പൊക്കിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാ ചെറിയ വീൽ ഇല്ലാത്തൊരു സൂട്ട് കേസ് ആരെങ്കിലും മേടിക്കുന്നുണ്ടോ? ഒന്നെടുത്ത് നോക്കി. പണ്ട് എന്നെല്ലാം പറഞ്ഞാൽ 100 കിലോയുടെ ഒരു അരി ചാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ 50 കിലോ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ പോലെ 5 കിലോ 10 കിലോ എന്നൊക്കെ വരുന്നത് എവിടെയാ ഉള്ളായിരുന്നത്? കാരണം ഇപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു കൊണ്ടുപോകാൻ ആളുണ്ടാവില്ല. ലിഫ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം നമ്മുടെ ശരീരം അത്രയും ശോഷിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ്. എല്ല് തേയ്മാനം വന്നുപോയി, അതുപോലെ തന്നെ നമുക്ക് മസിൽസും ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ പണ്ടത്തെ ആൾക്കാർ അതിനുള്ള എക്സസൈസ് ചെയ്യുന്നു. ഒന്നുമില്ലെങ്കിൽ അവരെ പറമ്പിൽ കുത്താൻ പോയിരുന്നു. ഇപ്പോഴും നമുക്ക് ആ കൊത്തുന്ന കൈക്കോട്ട് എന്നാലും പറയാം, അതുപോലും പിടിക്കാൻ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയി. അത് കൊത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അടുത്ത ഹോസ്പിറ്റലിൽ പോയിരിക്കും. ഇന്നലെ ഗാർഡനിൽ ഒരു ചെറിയ പണി ചെയ്തായിരുന്നു. അപ്പോഴേക്കും മസിൽ പിടിച്ചു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പൊ ഇതിനെ കൊണ്ടെന്താ കാര്യം? അപ്പോ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഈ പറയുന്ന 7 പോഷക തത്വങ്ങൾ ശരിയായ അളവിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ കഴിക്കാതിരിക്കുക നല്ലത്. കാരണം അത് കഴിച്ചതിന് കൊണ്ട് വലിയ ഗുണം ഉണ്ടാകും. അപ്പോ 7 എസെൻഷ്യൽ ന്യൂട്രിയൻസ് വിച്ച് ആർ ബോഡി നീഡ്സ്. നമ്മുടെ ശരീരത്തിന് എന്താണോ ആവശ്യമുള്ള 7 പോഷക തത്വങ്ങൾ, ആ പോഷക തത്വങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കഴിക്കാൻ തുടങ്ങാം. അതുപോലെ തന്നെ നിങ്ങൾക്കിത് അല്പമെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം അടുത്ത ജനറേഷൻ ഇപ്പോഴത്തെ കാണുന്ന ജനറേഷനേക്കാളും പരിതാപകരമായിരിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിന്നുള്ള യാതൊരു സംശയമില്ല. ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെ വളർന്നു പോകുന്നുണ്ടെങ്കിലും രോഗത്തിന് ശമനം വരുന്നില്ല. പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി വളർന്നനുസരിച്ചിട്ട് രോഗം കുറയാൻ വേണ്ടത്. പക്ഷെ ഇവിടെ വളർന്നനുസരിച്ച് പുതിയ രോഗങ്ങൾ വരുന്നു. അപ്പൊ ഈ ആശുപത്രിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള രോഗങ്ങളാണ് ശരീരത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ലോകം നിശ്ചലമായി പോയി. ഇപ്പോഴും പല വൈറസിന്റെ പേര് കേൾക്കുമ്പോൾ പേടിയാണ്. 2 വർഷം മുമ്പേ വൈറസിന്റെ പേര് കേട്ടാൽ തന്നെ ആൾക്ക് മനസ്സിലാവില്ല, ഏതോ ഒരു വഴിപോക്കെന്നെ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ, ആരോഗ്യപരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ തുടരുക. അഥവാ നിങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കഴിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറുക. ഇല്ലെങ്കിൽ പരിതാപം തന്നെയായിരിക്കും സ്ഥിതി. ഓക്കെ. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിക്കുക വെച്ചാൽ നടുവിൽ നിന്നുള്ള 4 എണ്ണം നോക്കാം. പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ ആൻഡ് ഫൈബർ. ഇത് നമ്മൾ നമ്മൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ വളരെ കുറവാണ് ഇതിന്റെ അളവ്. ഇതിന്റെ കുറവ് അതാണ് നമ്മൾ PVMF എന്ന് പറയുന്നത്. ഈ 4 ഘടകം നമ്മളുടെ ശരീരത്തിൽ ആവശ്യത്തിനനുസരിച്ച് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആവശ്യത്തിനനുസരിച്ച് കിട്ടാത്തതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ആരോഗ്യം നമുക്ക് കിട്ടുന്നില്ല. ഇത് മനസ്സിലാക്കാൻ ഇപ്പോഴും ജനങ്ങൾ തയ്യാറായിട്ടില്ല. ഇല്ലെങ്കിൽ ഇത് മനസ്സിലാവാതെ നടക്കണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നമ്മളെല്ലാം കൈവിട്ടിട്ടുണ്ടാവും. എവറിത്തിങ് വുഡ് ഹാവ് ബീൻ ഓവർ. പിന്നെ നമ്മൾ എന്ത് പ്രയാസപ്പെട്ടിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. കാരണം പല ആൾക്കാർ ഇപ്പോഴും വിളിക്കാറുണ്ട്, സാർ ഇങ്ങനത്തെ ഒരു അസുഖമുണ്ട്, നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? അന്നേരം ഞാൻ പറയുന്നത് നമ്മളെ മരുന്നല്ലല്ലോ, നമ്മൾ അസുഖം വരാതിരിക്കാനുള്ള സാധനമായിരുന്നു. അവരൊരു പക്ഷെ 1 കൊല്ലോ 2 കൊല്ലോ മുമ്പേ വന്നിരുന്നെങ്കിൽ നമുക്ക് അവരെ ഈ ഒരു മാരകത്വത്തിൽ നിന്ന് നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷെ അവര് പാവം വന്നത് 1 മാസം മുമ്പേ 2 മാസം മുമ്പേ ആയിരിക്കും. പക്ഷെ വർഷാവർഷങ്ങളായിട്ട് നമ്മളുടെ കൂടെ ഉള്ള ആൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഇതിനേക്കാളും വലിയ ഒരു ദുരന്തം വേറെ എന്താ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്. ഇനിയിപ്പോ നമുക്ക് പ്രോട്ടീന്റെ ഇടതുഭാഗത്തേക്ക് പോകാം. ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് ഇത് ആവശ്യത്തിനേക്കാളും കൂടുതൽ ശരീരത്തിൽ അടിഞ്ഞ് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പലതരത്തിലുള്ള രോഗപ്രതിരോധ ശക്തിയും കുറഞ്ഞു പോയിരിക്കുന്നതും പലതരത്തിലുള്ള രോഗം നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടുന്നതും. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറഞ്ഞു. അപ്പൊ നമുക്ക് ശരിക്കും ഓടാനോ ശരിക്കും നടക്കാനോ ശരിക്കും സ്റ്റെപ്പ് കയറാനോ ഒന്നും പറ്റത്തില്ല. കാരണം അത്രയും കൊഴുപ്പ് നിറഞ്ഞിട്ട് ശ്വാസം മുട്ടിയ ഒരു പരുവത്തിലേക്ക് കിടക്കുക. രാവിലെ എവിടെ നടക്കാൻ പോകുന്നു, ഒരു എക്സസൈസുകളൊന്നുമില്ല. പണ്ട് ചെറിയ കാലത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ചെറിയ കാലത്തും ഒക്കെ എന്നെക്കാളും ഏകദേശം എനിക്ക് തോന്നുന്നു 10 വർഷം മുതിർന്ന ആൾ ഈ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അവരുടെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ട് നമ്മള്. ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ അന്ന് മാക്സിമം കളിക്കുക ചെയ്യുക. ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ മാങ്ങയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവുന്ന സീസൺ ആണെങ്കിൽ, പ്രത്യേകിച്ച് 2 മാസത്തെ അവധിക്കൊക്കെ നമ്മൾ വരുമ്പോൾ മാങ്ങയുടെ സീസൺ ആണെങ്കിൽ കല്ലെടുത്ത് എറിയൽ തന്നെയായിരുന്നു പണി. ഇപ്പോഴങ്ങനെ എത്ര കുട്ടികൾക്ക് കല്ലെടുത്ത് എറിയാൻ പറ്റും? എത്ര കുട്ടികൾ കളിക്കുന്നുണ്ട് ഇപ്പോൾ?
ആ സ്പോർട്സ് കോട്ടയിൽ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാത്രം കളിക്കുന്നതല്ലാതെ ആരോഗ്യത്തിന് വേണ്ടി കളിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് കളിക്കുന്നതോ ആയിട്ടുള്ളത് വളരെ അധികം ആൾക്കാർ കുറഞ്ഞുപോയി. കളിക്കുന്നുണ്ട്, ഫിസിക്കൽ അല്ല. അവർ ഈ മൊബൈലും വെച്ചിട്ട് എന്തൊക്കെയോ കളി കളിക്കുന്നു. അവരുടേതായ ലോകം ആൾക്കാരെ വീട്ടിൽ പോയി തന്നെ കാണാനില്ല, വീട്ടുകാർക്ക് തന്നെ അവരെ കാണാനില്ല. ഏത് മുറിയിലാവുള്ളത് പിന്നെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണം, എന്റെ മകൻ എന്റെ മകൾ ഏത് റൂമിലാവുള്ളത്. കാരണം നടന്നു പോലും കിട്ടില്ല, അങ്ങനത്തെ സ്ഥലത്തേക്ക് ഉണ്ടാവും. അപ്പൊ അത്രയും ചുരുങ്ങിപ്പോയി നമ്മൾ. അപ്പൊ ഈ ഒരു ജനറേഷൻ നാളെ നമ്മളുടെ സ്ഥലത്തെത്തിയാൽ എടുക്കാനുണ്ടാവില്ല, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പിന്നെ അവരുടെ മക്കളുടെ കാര്യം ഒന്നും പറയാനുണ്ടാവില്ല. കാരണം ഞാനിത് ശീലിച്ച് വന്നത് എന്റെ മകനോട് മാറാൻ പറയാൻ പറ്റത്തില്ല, ഒന്ന്. കാരണം എനിക്ക് ഇപ്പോഴും അഡിക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കാൻ നമ്മൾ എവിടെ എത്തും? സോ ഇറ്റ് ഈസ് എ ഹൈ ടൈം ദാറ്റ് വി ചേഞ്ച്. ഇതാണ് ഏറ്റവും നല്ല സമയം മാറാൻ. ഇപ്പോഴും മാറാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല അവിടെ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം കുടി. എത്ര നല്ല ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ നല്ല ആരോഗ്യപരമായിട്ടുള്ള വെള്ളങ്ങളുള്ള കിണറുള്ള വീടുകളാണ് നമുക്ക്. പക്ഷെ എന്നാലും നമ്മൾ വെള്ളം കുടിക്കാൻ ഇത്രയും പ്രയാസപ്പെടുന്ന എന്തുകൊണ്ടെന്ന് മനസ്സിലാകില്ല. എനിക്കൊന്ന് നമ്മളെക്കാളും അധികമൊക്കെ ഒരു പക്ഷേ സഹാറ മരുഭൂമിയിലുള്ള ആൾക്കാർ വെള്ളം കുടിക്കുന്നുണ്ടാവും എനിക്ക്. അത്രയും വെള്ളം കുറവാണ്. പല വട്ടം പല ആൾക്കാരെ ഞാൻ വിളിച്ചു ചോദിക്കുന്നിടത്ത് പറയും, സാറേ ഇപ്പോഴും സാറിന്റെ ഫോൺ വന്നപ്പോഴാണ് ഓർമ്മ വന്നത്. എന്താ ഞാൻ ചെയ്യാൻ? പിന്നെ ചില ആൾക്കാർ പറയും സാറിനെ കണ്ടപ്പോഴും വെള്ളം കുടിക്കാൻ ഓർമ്മ വന്നു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തോളൂ, ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ എന്റെ ഫോട്ടോ എടുത്തിട്ട് വെച്ചോളൂ, പക്ഷെ നിങ്ങൾ വെള്ളം കുടിക്കും. അതാ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് എല്ലാ ദിവസവും എല്ലാ വീട്ടിലെത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പക്ഷേ യു നീഡ് ടു ടേക്ക് ദിസ്. ഇത് കാര്യം മനസ്സിലാക്കുക. കാർബോഹൈഡ്രേറ്റ് ഫാറ്റിന്റെ അളവ് കുറയ്ക്കുക, ആവശ്യത്തിന് മാത്രം, ആവശ്യത്തിനുള്ള കണക്കുണ്ട്, അതിനേക്കാളും കൂടുതൽ ഇനി കഴിക്കാതിരിക്കുക. എന്നാൽ പ്രോട്ടീൻ വൈറ്റമിൻ മിനറൽസ് ആവശ്യത്തിനേക്കാൾ കുറവ്, വെള്ളം ആവശ്യത്തിനേക്കാൾ കുറവ്, അത് ആ ലെവലിലേക്ക് ഉണ്ട്. അപ്പൊ എല്ലാം ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ 7 ശരിയായ അളവിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1.5 ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നോക്കി, ഈ 3 ഘട്ടങ്ങൾ, ഈ 3 എന്ന് പറയാൻ പറ്റത്തില്ല, 2 ഉള്ളൂ. അത് ആവശ്യത്തിനേക്കാൾ എല്ലാപ്പോഴും കൂടുതലായിരിക്കും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കൂടുതലായിരിക്കും. അപ്പൊ ഫാറ്റ് നോക്കൂ, വിസിബിൾ ഫാറ്റ്, കാണാൻ പറ്റുന്ന ഫാറ്റുകളാണ് അവിടെ ഏത് കണ്ട് കാണാൻ. നിങ്ങൾക്ക് ബട്ടർ, ഓയിൽ, ഗീ, ഓക്കെ, വെണ്ണ, നെയ്യ്, അതേപോലെ എണ്ണ, ഇതൊക്കെ തന്നെ നമുക്ക് കാണപ്പെടുന്ന കൊഴുപ്പാണ്. അത് ഒരു ദിവസം 20 മുതൽ 30 ഗ്രാം ആണ് അതിന്റെ ലെവൽ. അതിനേക്കാളും കൂടുതൽ കഴിക്കാൻ പാടില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇതൊന്നും കഴിക്കുന്നുണ്ടാവില്ല. എണ്ണ പക്ഷേ ഈ ഏതെണ്ണ മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊക്കെയോ പരസ്യം കാണിച്ചിട്ടുള്ള എണ്ണ. കഴിഞ്ഞ ദിവസം പറയുന്നത് എവിടെ പോസ്റ്റർ ഒട്ടിച്ച് കണ്ടു, ഒന്നെടുത്താൽ 1 ഫ്രീ. അപ്പൊ എന്താ വെച്ചാൽ എന്താ സംഭവം? ഒരു പാക്കറ്റ് എണ്ണ എടുക്കുമ്പോൾ ഒരു പാക്കറ്റ് ഫ്രീ തരുന്നുണ്ടെങ്കിൽ അത് എണ്ണയാവാനുള്ള സാധ്യതയില്ല എന്ന് നമുക്ക് ബോധ്യമായി. 100% ഗ്യാരണ്ടിയാണ്. ഒരു 100% ഫ്രീ ആയിട്ടൊരു സാധനം നൽകപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് കുറെ കാലം കെട്ടി നിന്നിട്ട് അത് പോകുന്നേ ഇല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരവന്റെ തലയിൽ ഇത് കെട്ടിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും, അതൊന്നായിരിക്കും. രണ്ടാമതില്ലെങ്കിൽ ഇത് നമുക്കറിയുന്ന കാര്യം തന്നെ, ഇത് എണ്ണയാവാനേ സാധ്യതയില്ല. ഇത് എന്തൊക്കെയോ ചില മായങ്ങളാണ്, അതിനത്രേ വിലയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം. അപ്പൊ 20 to 30 ഗ്രാംസ് ഡെയിലി, അതിന്റെ മുകളിൽ പോകാൻ പാടില്ല. പക്ഷെ നമ്മൾ ഇത് കഴിക്കുന്നത് ഇതിനേക്കാളും 10 ഇരട്ടിനേക്കാളും കൂടുതലാണ്. അതൊരു കാര്യം. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒരു 250 മുതൽ 270 ഗ്രാം വരെയാണ് ഡെയിലി പെർഫെക്റ്റ് ആയിട്ടുള്ള റിക്വയർമെന്റ്. അതൊരു 1000 കാലറി വെച്ച് കണക്കാക്കുമ്പോൾ കേട്ടോ, അത്രയും കാണും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനേക്കാൾ എത്രയോ കഴിക്കുന്നത്. പിന്നെ വെള്ളം 8 ഗ്ലാസ് മാറ്റിയേക്കും. കാരണം 8 ഗ്ലാസ് എന്നെല്ലാം പറഞ്ഞാൽ ശരീരത്തിൽ അധികം കൊഴുപ്പില്ലാത്ത വ്യക്തിത്വങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ നമ്മൾ 10 ആൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 8 പേർക്ക് നല്ല കൊഴുപ്പുള്ളത്. അപ്പൊ 8 ഗ്ലാസ് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. 10 ഗ്ലാസ് മിനിമം. ആ ഗ്ലാസിന്റെ അല്പം കണ്ടോ, നല്ല വലിയ ഗ്ലാസ് ആണ്. 10 ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കണം. വെള്ളം കുടിക്കുന്ന നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ, ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ, ഈ 3 സമയത്തും ഒരു കാരണവശാലും വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി എല്ലാ സമയത്തും വെള്ളം കുടിക്കാം. പക്ഷെ വെള്ളം കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ പോലെ 3.5 തൊട്ട് 4 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം. ഓക്കെ, പിന്നീടുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇത് നമ്മുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും ആവശ്യത്തിനേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് ഇത് കൂടുന്നതും ഇത് കുറയുന്നതും തമ്മിലുള്ള വടംവലിയാണ് എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ഇപ്പൊ പ്രോട്ടീൻ നോക്കൂ, 60 ഗ്രാം ഡെയിലി കഴിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നെഞ്ചിൽ ഒരു കൈയും എന്നിട്ട് എന്നെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയാൻ പറ്റുമോ, സാർ ഞാൻ എല്ലാ ദിവസവും 60 ഗ്രാം പ്രോട്ടീൻ മുടങ്ങാതെ കഴിക്കുന്നത്? 60 ഗ്രാം എന്ന് മിനിമം ലെവലാകട്ടോ. അതുകൊണ്ട് 60 ഗ്രാം ആയതുകൊണ്ട് വലിയൊരു അവാർഡ് കിട്ടിയെന്നൊന്നുമല്ല. പക്ഷെ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തനാണ്, മറ്റുള്ളവരെക്കാളും നല്ലവനാണ്, ആരോഗ്യം ഉണ്ടാവും. കാരണം മിനിമം ആ ലെവൽ, RDA എന്ന് പറയുന്നത് ആ ലെവലിൽ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള 80% മുകളിലത്തെ ആൾക്കാർ ഈ 60 പോയിട്ട് 30 പോലും പോയിട്ട് 15 പോലും കഴിക്കാത്ത ആൾക്കാരാണ്. സാധാരണഗതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും നമ്മളുടെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തിൽ 10 ഗ്രാം പോലും ഒരു ദിവസം പ്രോട്ടീൻ ഉണ്ടാവില്ല. ഒരു ശരീരത്തിൽ 60 ഗ്രാം മിനിമം വേണ്ടെടുക്കുക. 10 ഗ്രാം പോലും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയുടെ അവസ്ഥ എന്താ? നിങ്ങളുടെ ശരീരത്തിലെ ആരോഗ്യത്തിന്റെ പ്രസക്തി എന്താ? നിങ്ങളുടെ ശരീരത്തിൽ
എന്താ പിന്നെ ഉള്ളത്? ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ചുറ്റും എന്തോ ഒരു ദുരന്തം ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെരി ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നു, അല്ലാതെ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യമൊന്നുമില്ല. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഹൈഡ് എനിത്തിങ് ഹിയർ ആൻഡ് ഐ വാണ്ട് ടു സീ ദാറ്റ് എവരിബഡി ഈസ് ഹെൽത്തി. അപ്പൊ പ്രോട്ടീൻ 60 ഗ്രാം ഇല്ല, പക്ഷെ 10 ഗ്രാം പോലും ഇല്ലാത്ത ആളാണ് കൊഴുപ്പ് അടിഞ്ഞ ശരീരമായിട്ട് എന്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്നത്, സാർ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും കഴിച്ചാൽ ശരീരത്തിന് കേടല്ലേ? അയാൾ ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടാണോ അല്ലെ ഏത് പുസ്തകത്തിലാണോ അയാൾ മനസ്സിലാക്കിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ 13 വൈറ്റമിൻസ്, നിങ്ങൾ തലകുത്തനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 13 വൈറ്റമിൻസ് കിട്ടത്തില്ല. അതുപോലെ 15 അല്ലത് 13 ഇന്നടും വേണം. മിനറൽസ് 13 മിനറൽസ്, അതും നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സപ്ലിമെന്റേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ന്യൂട്രിചാർജിന്റെ എല്ലാവിധ പ്രൊഡക്റ്റുകളും ഇറ്റ്സ് നോട്ട് എ മെഡിസിൻ, ഇറ്റ് ഈസ് എ സപ്ലിമെന്റ്, ഡയറ്ററി സപ്ലിമെന്റ്. ഭക്ഷണത്തിൽ കൂടെ കിട്ടാത്ത മുറയ്ക്ക് ഇത് കഴിച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു, ആ കുറവ് നികത്തുന്നു, അതാണ്. പിന്നെ ഫൈബർ, ഇതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ. നമുക്ക് 25 മുതൽ 30 ഗ്രാം ഫൈബർ ഡെയിലി വേണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നേരത്തെ പ്രോട്ടീൻ 10 ഗ്രാം എന്നല്ലേ ഞാൻ പറഞ്ഞത്, എന്നാൽ ഫൈബർ നിങ്ങൾ 5 ഗ്രാം കൂടി കഴിക്കുന്നുണ്ടാവും. അപ്പൊ 5 ഗ്രാം ഫൈബർ പോലും നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ ഈ കാലഘട്ടത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ശരീരത്തിൽ കൊളസ്ട്രോൾ, ഷുഗർ, അങ്ങനത്തെ പലതരത്തിലുള്ള പ്രശ്നം ശരീരത്തിൽ അടിഞ്ഞിരുന്നു. ശരിയായിട്ടുള്ള ശോധനയില്ല, ശരിയായിട്ടുള്ള മോഷൻ, ശരിയായിട്ടുള്ള അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ കിടക്കുകയാണ് നമ്മൾ. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെ കൂടുന്നു. ഇതൊക്കെ ഫൈബർ കണ്ടന്റ് ഒരു മിനിമം 30 ഗ്രാം കഴിക്കാൻ പറ്റുന്നില്ല നമുക്ക്. പക്ഷെ പണ്ടത്തെ കാലത്ത് നമ്മൾ മുതിർന്നവർ ഇഷ്ടം പോലെ ഫൈബർ കണ്ടന്റ് കഴിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ അസുഖങ്ങളില്ലായിരുന്നു. റൈറ്റ്? ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. സീക്രട്ട് എന്താണ്? വെറും ഈ പോഷകം മാത്രം കഴിച്ചാൽ മതി, ഒരിക്കലും പോരാ. അപ്പൊ സീക്രട്ട് ഓഫ് ഹെൽത്തി ലൈഫ് ലൈസ് ഇൻ 70% ന്യൂട്രീഷൻ ആൻഡ് 30% എക്സസൈസ്. ഈ രണ്ട് കോമ്പിനേഷൻ ചേർത്തുകൊണ്ട് ഇതാണ് ഫോർമുല. 100% ഹെൽത്ത് അല്ലെങ്കിൽ 100% ആരോഗ്യം കിട്ടണമെങ്കിൽ ആ ഈക്വൽ ടുവിന്റെ മുമ്പിലേത്തുള്ള ഫോർമുലയാണ് ഇത്. എന്താണ്? 70% ന്യൂട്രീഷൻ പ്ലസ് 30% എക്സസൈസ്. ഇത് രണ്ടും ചേർത്താൽ 100% ഹെൽത്ത്. അപ്പൊ നിങ്ങൾക്ക് 100% ആരോഗ്യവതിയായിട്ടും ആരോഗ്യവാനായിട്ടും നിൽക്കണമെങ്കിൽ ഈ ഒരു ഫോർമുല മറക്കാതെ പിന്തുടരുക. അല്ലാതെ നിങ്ങൾ ഒരു വിഭാഗം മാത്രം ഇതിൽ ചെയ്യുന്നതല്ലെങ്കിൽ അതിനെ കൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ശരി, ഇനി നമുക്ക് ഓരോരോ പ്രൊഡക്റ്റിലേക്ക് പോകാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പുരുഷന്മാരുടെ സംഭവമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പുരുഷന്റെ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കും. ഇവിടെ കാണാൻ പുരുഷൻ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ, ദൈനംദിന ജീവിതത്തിൽ ഒരു പുരുഷൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില ചിത്രങ്ങളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും പനിയും അനുഭവപ്പെടുക. പിന്നെ വല്ലാതെ സ്റ്റാമിന കുറഞ്ഞു പോകുക, ലാക്ക് ഓഫ് സ്റ്റാമിന ഇല്ലാതെയായി പോവുക. എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങി പോവുക. കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് വി ആർ അബ്സല്യൂട്ട്ലി ടയർഡ്. പിന്നെയുള്ള സ്ട്രെസ്, വല്ലാതെ ടെൻഷൻ, വല്ലാതെ പ്രഷർ, പലതരത്തിലും ആവാം. സ്ട്രെസ് എന്നെല്ലാം പറഞ്ഞത് വെറും ഒരു വിഭാഗത്തിലേക്ക് നിക്ഷിപ്തപ്പെട്ടതായിരിക്കില്ല. പല ഫീൽഡിൽ നിന്ന്, പല ഏംഗിളിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിലേക്ക് സ്ട്രെസ് വരുന്നുണ്ടാവും. ഒന്ന് ആരോഗ്യപരമായിട്ട് വരുന്നുണ്ടാവും, ഒന്ന് ഭക്ഷണപരമായിട്ട് വരുന്നുണ്ടാവും, ഒന്ന് ദഹനപരമായിട്ട് വരുന്നുണ്ടാവും, ഇല്ല നിങ്ങൾ ജോലി സംബന്ധമായിട്ട് വരുന്നുണ്ടാവും, ഇല്ല നിങ്ങൾക്ക് ആ ശരീരം കൊണ്ട് പല പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ അയക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതാരോടും പറയാൻ പറ്റുന്നില്ല, അതിന്റെ സ്ട്രെസ്. അപ്പം ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പല രൂപേണ നിങ്ങളുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും ഒരു പ്രത്യേകത സൃഷ്ടിക്കുന്നു. എല്ലാത്തിനുപരി നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞടിഞ്ഞ് നിങ്ങളുടെ ശരീരം മൊത്തത്തിൽ തന്നെ ട്രാൻസ്ഫോം ആയി പോയി ഒരു രോഗത്തിന്റെ ഒരു കളവറ പോലെയായി മാറി. അപ്പൊ അത് എല്ലാം തന്നെ പുരുഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ പുരുഷന്റെ ചിത്രമാണെങ്കിലും ഇത് തന്നെ എല്ലാ സ്ത്രീകളും അനുഭവിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഇത് സ്ത്രീകൾക്കും ബാധം തന്നെയാണ്, ഇതൊക്കെ അവർക്കും വരുന്നതാണ്. റൈറ്റ്? അപ്പോൾ അത് വ്യത്യസ്തമായിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സ്ത്രീകൾ ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, ഇത് നിങ്ങൾക്കും ബാധകാന്ന് വിചാരിക്കാം. അപ്പോൾ പുരുഷന്മാരുടെ കാര്യം പറയുന്നുണ്ട്. അവർക്ക് ഈ എനർജി ലെവൽ കൂട്ടാൻ, സ്റ്റെമിന കൂട്ടാൻ, അതുപോലെ തന്നെ അവരുടെ സോ കോൾഡ് ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടുത്താൻ, രോഗപ്രതിരോധ ശക്തിയെ ഒന്ന് ശരിക്കും ഉത്തേജിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള പ്രത്യേകം തരം പ്രിപ്പയർ ചെയ്തിരിക്കുന്നുള്ള മൾട്ടിവിറ്റമിൻ മിനറൽ ടാബ്ലറ്റ്സുകളാണ്. നിങ്ങൾക്കറിയാം, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയന്റ് ആണ്. പോഷകതത്വങ്ങൾ വളരെ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സംഭവമാണ്. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. പക്ഷെ അത് കുറച്ച് വേണം. അത് ആ ശകല മൈക്രോഗ്രാമും മില്ലിഗ്രാമിലൊക്കെയാണ് ഉള്ളത്. ആ മൈക്രോഗ്രാം മില്ലിഗ്രാമിലുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പരിതാപകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കപ്പെടുമെന്നുള്ള യാതൊരു സംശയമില്ല. അപ്പൊ 33 എസെൻഷ്യൽ ന്യൂട്രിയൻസ്, 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 4 ബൊട്ടാനിക്കൽസ്, 3 അമിനോ ആസിഡ്സ് ചേർന്നിട്ടുള്ള ICMR റെക്കമെൻഡേഷൻ ചെയ്തിട്ടുള്ള RDA രൂപയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് മാൻ. ആരോഗ്യത്തിന്, പുരുഷന്റെ ആരോഗ്യത്തിന്. റൈറ്റ്?
അതിന്റെ വിലയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിലയാണ് ഞാൻ താഴെ വെച്ചിരിക്കുന്നത്. MRP വെച്ചിരിക്കുന്നത് കാരണം MRP നമ്മൾ ആരും മേടിക്കത്തില്ല. പക്ഷെ എന്നാലും ഞാൻ MRP കാണിച്ചു. അതിന് ഒരു 20% നിങ്ങൾക്ക് വീണ്ടും കുറച്ച് കിട്ടും, DP ആവും, പിന്നെ കുറച്ച് BV കിട്ടും. അപ്പൊ അതിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരും. സോ ബേസിക്കലി യു ആർ ഗെറ്റിംഗ് അറ്റ് എ വെരി എക്കണോമിക്കലി പ്രൈസ്ഡ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇത് ആര് കഴിക്കണം? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 14 വയസ്സ് തികഞ്ഞിരിക്കുന്ന ഒരു ആൺകുട്ടി മുതൽ എല്ലാ പുരുഷന്മാരും കഴിക്കണം. അതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ കഴിക്കണം? ഒരു ടാബ്ലറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 1 ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കുടിക്കണം. ഇതാണ് സംഭവം. അപ്പൊ വെൻ ടു ടേക്ക് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് 1 tablet with 1 glass of water, and who can take? Everyone who is 14 years and above. In fact, every male. എല്ലാ ആണുങ്ങളും. ഓക്കെ, അപ്പൊ സാധാരണ നമ്മൾ ഇതിങ്ങനെ പറയുമ്പോഴേക്കും കേൾക്കുന്ന ആൾ പറയും, എന്താ സാറ് പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാ ദിവസവും ഓരോന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കാൻ പറഞ്ഞു, 1 ഗ്ലാസ് വെള്ളത്തിന് കൂടെ കുടിക്കാൻ പറഞ്ഞു. ശരി, പക്ഷേ ഇത് കഴിച്ചാലുള്ള ഗുണം എന്തായിരിക്കും സർ? ഇങ്ങനൊരു ചോദ്യം എന്തായാലും വരുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇത് മരുന്നൊന്നുമല്ല, ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പോഷകങ്ങളാണ്. ഇത് ഭക്ഷണത്തിന്റെ പകരമുള്ള സംഭവമാണ്. അതായത് ഭക്ഷണത്തിൽ കൂടെ കിട്ടാത്തതിന് നമ്മൾ ഇതും കൂടി ചേർത്തിട്ട് അതാകും. അപ്പൊ ഇറ്റ്സ് എ ഫുഡ്, ഇറ്റ്സ് നോട്ട് എ മെഡിസിൻ. അപ്പോ ഇത് കഴിക്കുമ്പോൾ എന്റെ സുഹൃത്തെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെയായിരിക്കും എന്ന് പറഞ്ഞേക്കാം. അപ്പൊ ഇത് ഓരോന്നെടുത്ത് പറയുമ്പോഴേക്കും ഈ കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ വരും, ഈ പ്രശ്നം എനിക്കുണ്ടല്ലോ, അത് ശരി, അപ്പൊ ഇത് കഴിച്ചാൽ അത് മാറും, അയാൾ പറയുന്നില്ലേ. അത് പക്ഷെ കാണിക്കില്ല നിങ്ങൾ മുമ്പിൽ, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിൽ അത് ഇങ്ങനെ തട്ടുന്നുണ്ടാവും. കാരണം ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ബെനിഫിറ്റുകൾ ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം എല്ലാം തന്നെ ഏതെങ്കിലും 1-2 വ്യക്തികളുടെ കൂടുതലല്ല, എല്ലാ പുരുഷന്മാരും അനുഭവിക്കുന്ന കാര്യം തന്നെ ഞാൻ പറയുന്നത്. അപ്പൊ എന്താണ്? ഇറ്റ് എൻഹാൻസസ് എനർജി. നിങ്ങളുടെ ശരീരത്തിലെ എനർജി ലെവൽ കൂട്ടും. നിങ്ങളൊരു സമൂഹത്തിൽ പോയിട്ട് 100 പുരുഷന്മാരെ നോക്കിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 95 ആൾക്കാർക്ക് പറയാനുള്ളത് എനർജി വല്ലാതെ കുറവാ സർ, സ്റ്റാമിനയും വല്ലാതെ കുറവാണ്, എന്താണെന്നറിയില്ല, ഒന്നും ചെയ്യാനുള്ള മടിയും ഒരു ക്ഷീണം വന്നിട്ട് ഒന്നും ചെയ്യാൻ തോന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ഇറ്റ് എൻഹാൻസസ് എനർജി, ഇറ്റ് എൻഹാൻസസ് സ്റ്റാമിന, അതായത് ഇൻക്രീസസ് സ്റ്റാമിന, ആൻഡ് ഓൾസോ എൻഹാൻസസ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി കൂട്ടും. ഈ 3 പറഞ്ഞാൽ തന്നെ ഏകദേശമുള്ള പുരുഷന്മാരെല്ലാം അതിൽ തന്നെ വന്നു കിട്ടുന്നുള്ളതാണ്. പിന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പൊ ഹൃദയത്തിന്റെ ആരോഗ്യം തന്നെയാണ് ഇപ്പം പരിതാപകരമായിട്ടുള്ളത്. കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കിക്കേണ്ട ഒരു 50% ആൾക്കാർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പല ആൾക്കാരും ഹൃദയ സംബന്ധമായിട്ടുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. ചില ആൾക്കാർ പ്രഷറിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, ചില ആൾ സ്ട്രോക്കിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, ചില ആള് കൊളസ്ട്രോളിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. എന്തിനു പറയുന്നു? പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന വ്യക്തികളാണ് നമ്മൾ കൂടുതലും നമ്മളുടെ സമൂഹത്തിൽ കാണുന്നത്. അപ്പോൾ അവർക്ക് ന്യൂട്രിചാർജ്മെന്റ് കൊടുത്താൽ അവരുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു. അതുപോലെ തന്നെ പ്രായാധിക്യം തീരെ തോന്നാത്ത രൂപത്തിൽ ആ വ്യക്തി നമുക്ക് കാണാം. പ്രായം കൂടി പോകുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് തോന്നും എല്ലാ ഈ മനുഷ്യൻ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ കഴിഞ്ഞ 10 വർഷം മുമ്പ് തൊട്ട് കാണും ഇതുപോലെ തന്നെയാണ്, ഒരു മാറ്റം വരുന്നില്ലല്ലോ, ഇയാൾ എന്തോ ചെയ്തു വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, റൈറ്റ്? നൗ എൻഹാൻസസ് മെന്റൽ എബിലിറ്റി. നിങ്ങളുടെ ആ തലച്ചോറിന്റെ അവസ്ഥയും നിങ്ങൾ ആ ചിന്തിക്കേണ്ട അവസ്ഥയൊക്കെ വല്ലാതെ അങ്ങ് കൂട്ടിത്തരും. അതുകൊണ്ട് എന്താ, വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിരിക്കും, നല്ല ഓർമ്മശക്തി ഉണ്ടാവും, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ കണ്ണിന്റെ ആരോഗ്യം വളരെ നന്നാക്കുന്നു, ഇംപ്രൂവ് ദി ഐ ഹെൽത്ത് ആൻഡ് വെരി ഗുഡ് ഫോർ ബോൺസ് ആൻഡ് ജോയിന്റ്സ്. എല്ലിനെയും സന്ധികൾക്കൊക്കെ വളരെയധികം ഗുണകരമാണ്. ഒത്തിരി ആൾക്കാർ, ഇത് വേറൊരു വിഭാഗത്തിൽപ്പെട്ടതാണ്. ചില ആൾക്ക് ഹൃദയം പ്രശ്നമായിരിക്കും, ചില ആൾക്ക് ബ്ലഡ് പ്രഷർ രോഗമായിരിക്കും, ചില ആൾക്ക് സ്ട്രോക്ക് ആയിരിക്കും, ചില ആൾക്ക് കൊളസ്ട്രോൾ ആയിരിക്കും. എന്നാൽ അതിനെല്ലാം ഉപരി ഒത്തിരി ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ് എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ ന്യൂട്രിചാർജ്മെന്റിന്റെ ഒരു ഗുളിക എല്ലാ ദിവസവും കഴിച്ചാൽ എന്റെ സുഹൃത്തെ നിങ്ങളുടെ ശരീരത്തിൽ എത്രയൊക്കെ ഗുണമുണ്ടാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഓവറോൾ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ഗുളിക ഡെയിലി കഴിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഇറ്റ് ഇംപ്രൂവ്സ് ഹെൽത്ത് ഓഫ് എൻറ്റയർ ബോഡി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കോമ്പറ്റീഷനൊക്കെ വിടുക. ഇനിയിപ്പോ നമ്മൾ ലേഡീസിലേക്ക് വരും. നേരത്തെ പുരുഷന്മാരിൽ ഞാൻ എന്തൊക്കെ പ്രോബ്ലംസ് കാണിച്ചിരിക്കുന്നു അതൊക്കെ ലേഡീസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിലത് ഇവർക്ക് മാത്രമുള്ളതുണ്ട്. ഓക്കെ, ഇതിൽ കാണിച്ചിരിക്കുന്ന 2 പുരുഷന്മാർക്കും ബാധകം തന്നെയാണ്. ഒന്ന് സ്കിൻ ഹെൽത്ത് ആൻഡ് ഒന്ന് ഹെയർ ഹെൽത്ത്, റൈറ്റ്? ഇത് 2 പുരുഷന്മാർക്കും ബാധകമുള്ളതാണ്. പക്ഷേ ഇതിൽ ചിലത് സ്ത്രീകളിലേക്ക് മാത്രം നിക്ഷിപ്തരമായി പോകുന്നതാണ്. പക്ഷെ സ്ത്രീകൾക്കും ഇത് വളരെയധികം കാണപ്പെടുന്നുണ്ട്, മുടിയുടെയും ചർമ്മത്തിന്റെയൊക്കെ ആരോഗ്യത്തിന്റെ പ്രശ്നം. എന്നാൽ ഇടതുഭാഗത്ത് കാണിച്ചിരിക്കുന്ന 2 അത് ഇറ്റ്സ് ഓൺലി ഫോർ ലേഡീസ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ അവരുടെ ശരീരത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ കാണും. ഒന്ന് മെൻസ്ട്രേഷൻ തുടങ്ങുമ്പോൾ ശരീരം മാറി, ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ വന്ന് ഒരു കാലഘട്ടത്തിൽ പ്രഗ്നൻസി വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും ശരീരത്തിന് ആവശ്യമുള്ളതും ആവശ്യം ഇല്ലാത്തതൊക്കെ മാറും. അതുപോലെ മൊത്തത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വീണ്ടും സംഭവിക്കും. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ഒരു പുരുഷനെയും സ്ത്രീയെയും ഇങ്ങനെ മാറ്റിവെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, എന്തുകൊണ്ടും പുരുഷനേക്കാളും അധികം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം സ്ത്രീയുടെ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ അതനുസരിച്ചിട്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കൊടുക്കാൻ നമ്മൾ അവർക്ക് പുരുഷനിൽ
എന്തൊക്കെ പോഷകതത്വം കൊടുക്കുന്നുണ്ടോ അതിനേക്കാളും എത്രയോ അധികം മടങ്ങ് ഇവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടാലും ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? We need to tell these people that, my dear friends, it is very, very important for you to understand that the health condition is totally different from the males. About menstruation, pregnancy, skin health, hair health, idellam, it's a problem which a lady face. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു സ്ലൈഡിൽ ഞാൻ ഇവിടെ ഉള്ളത്, വിമൻ നീഡ് മോർ ന്യൂട്രിയൻസ് ഇൻ ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ്. ഒരു പുരുഷനില് പല ഘട്ടത്തിൽ ഉള്ള മാറ്റം എങ്ങനെയാണോ കാണുന്നത്, അതിനേക്കാളും വളരെ പെട്ടെന്ന് ശരീരത്തിൽ മാറ്റങ്ങളും വ്യതിയാനങ്ങളും വരുന്ന ഒരു ശരീരമാണ് സ്ത്രീകളുടെ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഏറ്റവും ആദ്യം ടീനേജ് ആയിട്ടുള്ള ഒരു ലേഡി, ഓക്കെ, പിന്നെ ആ ലേഡി ഒരു യുവാവസ്ഥയിലേക്ക് പോകുന്നു, ഷി ബിക്കംസ് യൂത്ത്, ഓക്കെ, അപ്പോഴും അവര് ആ ശരീരത്തിൽ ആവശ്യം മാറുന്നു. ഏറ്റവും താഴെ നോക്കുക, ടീനേജ് എത്തുന്നതിന് മുമ്പേ കൊച്ചു പെൺകുട്ടി ആയിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് എന്തൊക്കെയാണോ ആവശ്യം ഉണ്ടായിരുന്നത് അതിനേക്കാളും ഒത്തിരി വിപരീതമായിരിക്കും ടീനേജിൽ എത്തുമ്പോൾ. ടീനേജിൽ എന്തൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അതിനേക്കാൾ ഒത്തിരി ചേഞ്ച് ആയിരിക്കും യൂത്തിലേക്ക് എത്തുമ്പോൾ. ടീനേജിലും യൂത്തിലും ചെറിയ കുട്ടിയായ സമയത്തും ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ എന്തൊക്കെയായിരുന്നു ആവശ്യം അതിനേക്കാളും ഒക്കെ എത്രയോ മടങ്ങ് വ്യത്യാസമായിരിക്കും പ്രഗ്നൻസി ആകുമ്പോഴേക്കും, അമ്മയാകുമ്പോഴേക്കും. പ്രഗ്നൻസി ആൻഡ് മദർഹുഡ് ട്രാൻസ്ഫോംസ് ടോട്ടലി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് ഏജിലേക്ക് ലേഡി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ആവശ്യം വീണ്ടും മാറും. അപ്പൊ നോക്കൂ നിങ്ങൾ, ഏറ്റവും അധികം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ കൂടെ പോഷകങ്ങളുടെ ആവശ്യകതയ്ക്കും വ്യത്യാസങ്ങൾ വരുന്ന ഒരു ശരീരമാണ് ഒരു സ്ത്രീയുടെ ശരീരം. അത് അവർക്ക് മനസ്സിലായിട്ടില്ല, നമ്മളത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും മനസ്സിലാക്കുക, ദാറ്റ് യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി മോർ ദാൻ എനിബഡി എൽസ്. ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് നിങ്ങൾ നിങ്ങളെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള തന്നെ ഒരു ന്യൂട്രിചാർജ് വുമൺ എന്നുള്ള പേരിൽ, ഓൺലി ഫോർ ലേഡീസ്, റൈറ്റ്, ന്യൂട്രിചാർജ് വുമൺ നമ്മൾ കൊടുക്കുന്നത്. ഇതില് 50 എസെൻഷ്യൽ ന്യൂട്രിയൻസ്, 13 വൈറ്റമിൻസ്, ദെൻ 13 മിനറൽസ്, 13 ഫ്രൂട്ട് ബ്ലെൻഡ്, 6 ബൊട്ടാനിക്കൽസ്, 5 അമിനോ ആസിഡ്സ്, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു മൾട്ടിവിറ്റമിൻ മിനറൽ ടാബ്ലറ്റ് ആണ് ന്യൂട്രിചാർജ് വിമൻ. അപ്പോ ആദ്യത്തിൽ തന്നെ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, പുരുഷന്മാരിൽ ന്യൂട്രിചാർജ് മെനിൽ 33 ഉള്ളായിരുന്നു, ഇതിൽ 50 എണ്ണ. അപ്പോ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമ്മള് സ്ത്രീകൾക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പോഷക തത്വങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിട്ടില്ലായിരുന്നു മാർക്കറ്റിൽ. അതായത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മൾട്ടിവിറ്റമിൻ മിനറൽ, സ്ത്രീകൾക്ക് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള മൾട്ടിവിറ്റമിൻ മിനറൽ അങ്ങനെ ഇല്ലായിരുന്നു. കാരണം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതാണ് സംഭവം. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ന്യൂട്രിചാർജ് മെൻ ഫോർ മാൻ ആൻഡ് ന്യൂട്രിചാർജ് വുമൻ ഫോർ വിമൻ എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇത് ആർക്കൊക്കെ കൊടുക്കാം? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു 14 വയസ്സിന്റെ മുകളിലുള്ള ആൺകുട്ടിക്കും പുരുഷനും കഴിക്കണം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ 14 വയസ്സിന്റെ മുകളിലുള്ള പെൺകുട്ടിയും സ്ത്രീയും കഴിക്കണം പറയാൻ പറ്റത്തില്ല. കാരണം എപ്പോഴാണോ മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുന്ന ആ സമയം തൊട്ട് ഇത് കൊടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് 14 വയസ്സാകുമ്പോഴേക്കും അല്ലെ 13 വയസ്സാകുമ്പോഴേക്കും ഒന്നല്ല മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുന്നത്. അതിനേക്കാളും ഒക്കെ എത്രയോ മുന്നിലോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ചില ആൾക്ക് 8 വയസ്സിൽ വന്നിട്ടുണ്ട്, 9 വയസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ 14 വയസ്സെന്ന് പറഞ്ഞാൽ വളരെ ദൂരെ കിടക്കുകയാണ്. അപ്പോ ആ സമയം വരെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 14ാമത്തെ വയസ്സിൽ നമുക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കില്ല. അത്രയും അനാരോഗ്യമായിട്ട് ഈ പെൺകുട്ടി മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴാണ് മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുന്നത് ആ സമയം തൊട്ട് ന്യൂട്രിചാർജ് കൊടുത്തു കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? അത് പിന്നെ നേരത്തെ പുരുഷന്മാർക്ക് എങ്ങനെയാണ് ന്യൂട്രിചാർജ് മാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കണം. അതായത് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ടാബ്ലറ്റ് വിത്ത് 1 ഗ്ലാസ് ഓഫ് വാട്ടർ. ഓക്കെ, ഇനി അഥവാ ഏതെങ്കിലും പെൺകുട്ടിയോ ലേഡീസോ നിങ്ങളോട് ചോദിക്കാണ്, അല്ല സർ ഇത് കഴിക്കുമ്പോൾ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ എന്ത് ബെനിഫിറ്റ് ആണ് ഒരു പെൺകുട്ടിക്കോ ഒരു സ്ത്രീക്കോ കിട്ടുക? അപ്പൊ ഞാൻ ഇതിപ്പോ ഇവിടെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇവിടെ ഇരിക്കുന്ന പല ലേഡീസിനും ഇതിൽ നിന്ന് 1, 2, 3 അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് മുഴുവനോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അവരെ മനസ്സിൽ തന്നെ വരും. എടാ ഇത് എനിക്ക് വേണ്ടിയല്ലോ പറയുന്നത്, ഇത് എനിക്ക് സംഭവിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്റെ ശരീരത്തിൽ കാണുന്നതാണല്ലോ, അപ്പോ ഇതിനൊക്കെ പറ്റിയതാണ് ഈ സാധനമില്ലേ, അപ്പൊ എന്നാ ഇന്നു മുതൽ കഴിച്ചേക്കാം. അങ്ങനത്തെ ഒരു മണി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. ഓക്കെ, അപ്പൊ എന്താ ബെനിഫിറ്റ് നോക്കാം. ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പെൺകുട്ടിയുടെയും സ്ത്രീയുടെ ശരീരത്തിലും മെൻസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ലെവൽ വല്ലാതെ താഴോട്ട് പോയി കുളിക്കും. കാരണം ബ്ലീഡിങ് എല്ലാ ദിവസവും നടക്കുന്നു എന്നുള്ള കാരണത്താൽ. സോ ഹീമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ന്യൂട്രിയന്റ്, വാട്ട് എവർ ലിറ്റിൽ ന്യൂട്രിയന്റ് ദേ ആർ ഗെറ്റിംഗ്, അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെരി വെരി ഇമ്പോർട്ടന്റ്, റൈറ്റ്? അതൊന്ന്. രണ്ടാമത്തത്, ആ ഹീമോഗ്ലോബിൻ ലെവൽ കുറയുന്നതുകൊണ്ട് ന്യൂട്രിയന്റ് മാത്രമല്ല ശരീരത്തിലെ പല സ്ഥലത്തും എത്താത്തത്, നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെയായി പോകും. അപ്പോൾ വല്ലാതെ ക്ഷീണം, വല്ലാത്ത പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. സോ ആദ്യം തന്നെ ന്യൂട്രിചാർജ് മോണ് കഴിക്കുമ്പോൾ ചെയ്യുന്നത് ഇറ്റ് ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ.
ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഈസ് ലെസൺസ് ദ ഇമ്പാക്ട് ഓഫ് ഏജിങ്. നിങ്ങൾക്ക് പ്രായാധിക്യം വരുന്നത് അല്ലെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇമ്പാക്ട് കാണാനുണ്ടാവുക. യു വിൽ ബി യങ് ആസ് സച്ച്. പിന്നെ മെൻസ്ട്രുവേഷൻ റിലേറ്റഡ് പ്രോബ്ലംസ്, ആർത്തവ സംബന്ധമായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരു പെൺകുട്ടിയോ സ്ത്രീകളോ അനുഭവിക്കുന്നുണ്ട്, അതൊന്നും തന്നെ നമ്മൾ ഇതിൽ കഴിക്കുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, നൗ എൻഹാൻസസ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി 10 മടങ്ങ് കൂട്ടുന്നു. പ്രൊവൈഡ്സ് എനർജി, ഒത്തിരി ആരോഗ്യം, എനർജി ലെവൽ വല്ലാതെ കൂട്ടുന്നു, നിങ്ങൾക്ക് വല്ലാതെ എനർജി കിട്ടും. അതുപോലെ സ്കിൻ ഹെൽത്ത് വളരെയധികം ഇംപ്രൂവ് ചെയ്യപ്പെടും. ആൻഡ് ഇംപ്രൂവ്സ് ഹെയർ ഹെൽത്ത് ഓൾസോ. അപ്പൊ ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം വളരെ ഉത്തമമാക്കി വിടും. അതിന്റെ കൂടെ തന്നെ ഈ ഹാർമോൺ വ്യതിയാനം വല്ലാതെ മെൻസ്ട്രൽ പീരീഡ് സമയത്ത് ലേഡീസിന്റെ അകത്ത് നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നുള്ള എലിമെന്റ്സ് ഒക്കെ ഡിപ്ലീറ്റ് ആവും, എല്ലിൽ നിന്ന് പ്രത്യേകിച്ചിട്ട്. സോ ഇറ്റ് ഗിവ്സ് ബോൺ ആൻഡ് ജോയിന്റ് എ പെർഫെക്റ്റ് ഹെൽത്ത്. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഈസ് ഓൾ അബൌട്ട് ന്യൂട്രിഷൻ വിമൻ. പിന്നെ ചില ആൾക്കാർ ജീവിതം മൊത്തം ആസ്വദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ അവർക്ക് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ എനിക്ക് വലിയ അസുഖമൊന്നുമില്ല, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ, സോ ഐ ക്യാൻ ജസ്റ്റ് ഗോ ലൈക്ക് ദിസ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് നീഡ് ടു ബി ചേഞ്ച് അ ലോട്ട്. ബിക്കോസ് നിങ്ങളെ ശരീരം, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം വരെ ഒരു കുഴപ്പവും നിങ്ങൾ സൃഷ്ടിക്കാതെ ആസ്വദിച്ച് ജീവിക്കുകയാണെങ്കിൽ, ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇവിടെ നോക്കി ആ ചിത്രത്തിൽ തന്നെ കാണാം, ആ ഒരു കുടുംബത്തിലെ എല്ലാ പ്രായക്കാരും ഒരുപോലെ തന്നെയാണ് ആസ്വദിക്കുന്നത്. അതിന്റെ അർത്ഥം ആ കുടുംബത്തിൽ നല്ലൊരു ആരോഗ്യത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് ആരോഗ്യമില്ല എന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ മുഖത്തെ ചർമ്മം, ഓക്കെ, നിങ്ങളുടെ മുഖത്തെ ചർമ്മം പ്രായത്തിന്റെ മുന്നേ തന്നെ പ്രായ ലക്ഷണങ്ങൾ കാണിക്കുന്നു, ഡ്രൈനെസ് കാണിക്കുന്നു, തിളക്കമില്ലായ്മ കാണിക്കുന്നു. അത് മാത്രമല്ല ചുളിവുകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുടി സാധാരണ പൊഴിഞ്ഞു പോകുന്നതിനേക്കാളും കൂടുതൽ അളവിലാണ് പൊഴിഞ്ഞു പോകുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോഴും വളരെ ഫിറ്റ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് നിങ്ങൾ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ആ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫിറ്റാണ്, ഇനി വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ശരീരം അത്രയും ഫിറ്റായി തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാറുണ്ട്. ആൻഡ് ചില ആൾക്കാർ രാവിലെ തന്നെ ഉറങ്ങി എണീറ്റ് ഇപ്പം കുളിച്ചൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വീണ്ടും വല്ലാതെ ക്ഷീണം അനുഭവിക്കുകയാണ്. ഒരു ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതാണ് പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളത്. ഓക്കെ, നൗ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ തന്നെ 2 രൂപത്തിലുള്ള പ്രോട്ടീനാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക, റൈറ്റ്? ഒന്ന് വേ പ്രോട്ടീൻ, രണ്ടാമത്തത് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ. അപ്പോ ഇത് സാധാരണഗതിയിൽ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മൾ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക, അതിനുള്ള പല സാധനങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോ നമ്മൾ ഈ പ്രോട്ടീനെ പറ്റി പറയാൻ പോകുമ്പോൾ, കാരണം പ്രോട്ടീൻ നമുക്കറിയാം ഇറ്റ്സ് എ ബിൽഡിംഗ് ബ്ലോക്ക്, നമ്മുടെ ശരീരത്തിൽ എല്ലാ ഘട്ടത്തിലും ആവശ്യമുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഈ പ്രോട്ടീൻ എല്ലാ വ്യക്തികളോടും കഴിക്കാൻ പറയണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യത്തിന്റെ ഒരു ഉറവിടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളത് വേ പ്രോട്ടീൻ ആണോ അല്ലെങ്കിൽ സോയ പ്രോട്ടീൻ ആണോ? അപ്പൊ നമ്മൾ പറയും നമ്മളത് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ആണ്. ഓ, സോയ പ്രോട്ടീൻ അല്ലേ, അത് അത്ര പോരല്ലോ അല്ലേ? എന്താ അങ്ങനെ? അല്ല, വേ പ്രോട്ടീനാണ് നല്ലത്. കാരണം വേ പ്രോട്ടീൻ കഴിച്ചിട്ടല്ലേ ആൾക്കാർ നോക്കി എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ നമ്മൾ ഈ പഠിച്ചു വെച്ച് നമുക്ക് അവരോട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ ദിവസവും ട്രെയിനിങ് എടുത്തിട്ട് എന്താ കാര്യം? ഒരാൾക്ക് ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല, പക്ഷെ അയാൾ എന്തോ ഒരു സംശയത്തിന്റെ നിഴൽ എന്തോന്ന് നമ്മുടെ മുകളിലേക്ക് ആവായിച്ച് എറിഞ്ഞു കൊടുത്തു. ആ എറിയലിൽ തന്നെ നമ്മളെല്ലാം കഴിഞ്ഞുപോയി. നമ്മൾ ഈ പഠിച്ചതൊക്കെ അങ്ങ് മറന്നുപോയി. പിന്നെ അയാൾ പറയുന്നില്ല, ആ ശരിയായില്ലേ എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ നിങ്ങൾ ഈ ഒരു ചാർട്ട് മനസ്സിൽ കുറിച്ചു വെക്കണം. എന്നിട്ട് ഇത് ശരിക്ക് മനസ്സിലാക്കി കൊടുക്കണം ഏതൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുന്നത്. ആ വേ പ്രോട്ടീൻ, ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ, പക്ഷേ രണ്ടും നല്ലത് തന്നെയാണ്, മോശം ഞാൻ പറയുന്നില്ല. കാരണം രണ്ടിന്റെ പിടിക്കാസ് വാല്യൂ ആണ്. നിങ്ങൾക്ക് അവിടെ കാണാം പിടിക്കാസ് ഈക്വൽ ടു 1. അപ്പോ ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിന്റെ പിടിക്കാസ് വാല്യൂ 1 ആവണമെന്നാണ്. പക്ഷെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പിടിക്കാസ് വാല്യൂ 1 ആയ മാത്രം പോരാ, മനസ്സിലല്ലേ? അതിന്റെ കൂടെ പലതും നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നിട്ട് വേണം അതിന്റെ ക്വാളിറ്റി വ്യത്യാസമാകുന്നത്. ആദ്യത്തെ വിഷയം ഇത് തന്നെയാണ്, പിടിക്കാസ് വാല്യൂ 1 ആണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് രണ്ടും ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് വന്നു. അല്ലെങ്കിൽ പിടിക്കാസ് വാല്യൂ 1 നമ്മൾ കേൾക്കത്ത് പോലുമില്ല, റൈറ്റ്? അപ്പൊ ഒരു വണ്ടി ഓടിക്കുന്ന വ്യക്തി വളരെ നല്ലവണ്ണം വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്, സമ്മതിച്ചു. പക്ഷേ വളരെ സ്പീഡ് ഓടിക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സമാനം ഉണ്ടാകും. അദ്ദേഹം നമ്മളെ ഒരു കുഴപ്പമില്ലാതെ എത്തിക്കും. പക്ഷെ നമുക്ക് മനസ്സമാനം വേണ്ടേ? നമുക്ക് യാത്ര ചെയ്താൽ മാത്രം പോരല്ലോ, യാത്രയിൽ കൂടെ മനസ്സമാനം കിട്ടണം. അപ്പോൾ നല്ല ഡ്രൈവർ ആയാൽ മാത്രം പോരാ, നമുക്ക് മനസ്സമാനം തരുന്ന രൂപത്തിലുള്ള ഡ്രൈവിംഗ് കൂടി ആണെങ്കിൽ
that is going to be the best, right? And that person is going to be the best driver എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ പിടിക്കാത്ത ഒരു വണ്ണായി മാത്രം പോരാ, അതിന്റെ കൂടെ ചില കണ്ടന്റുകളും ചേർക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. വേ പ്രോട്ടീൻ ഒരാൾക്ക് കഴിക്കണമെങ്കിൽ അദ്ദേഹത്തിന് പാൽ സംബന്ധമായിട്ടുള്ള ഒരു അലർജി ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പാൽ കയറിയാൽ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. സോ ലാക്ടോസ് ആൻഡ് ഡെയറി ഇൻടോളറൻസ് ഏതെങ്കിലും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വ്യക്തിക്ക് വേ പ്രോട്ടീൻ കഴിക്കാൻ പറ്റത്തില്ല. അഥവാ ആ വ്യക്തി വേ പ്രോട്ടീൻ കഴിച്ചാൽ അത് ശരീരത്തിൽ ദഹിക്കപ്പെടില്ല. ദഹിക്കപ്പെടുന്നത് മാത്രമല്ല, ശരീരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അസിഡിറ്റി, ഗ്യാസ് എല്ലാം ഉണ്ടാക്കിത്തരും. അപ്പൊ കഴിച്ചതിനേക്കാൾ, എന്തിനാണോ കഴിച്ചത് ഗുണത്തിന് വേണ്ടിയാ, പക്ഷെ അതിനേക്കാളും വലിയ ദോഷം അത് ഉണ്ടാക്കിത്തരും. ഇനി ഐസൊലേറ്റഡ് സോയ പ്രോട്ടീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. കാരണം അത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഈവൻ വെജിറ്റേറിയൻ മാത്രമല്ല, വീഗൻ ആണ്. ഇൻഫാക്ട് 100% പ്ലാന്റ് ഒറിജിൻ ആണ്. അതുകൊണ്ട് എനിമൽ ആയിട്ടുള്ള ഒരു സോഴ്സ് അറ്റാച്ച് ആകാത്തത് കൊണ്ടും പാൽ സംബന്ധമായിട്ടുള്ള ഒരു സംഭവം അറ്റാച്ച് ആകാത്തത് കൊണ്ടും അത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് as you know, whey protein is non-vegan, animal origin ആണ്, 100% vegan ആണ്, പ്ലാന്റ് ഒറിജിൻ ആയിട്ടുള്ള ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? ഈസിലി ഡൈജസ്റ്റബിൾ ആകുന്നു. ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ഈസിലി ഡൈജസ്റ്റബിൾ ആകുന്നത് കൊണ്ട് അതിൽ നിന്ന് കൊളസ്ട്രോളിന്റെ അളവ് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാവൂ. ചീത്ത കൊളസ്ട്രോൾ കൂടുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ ദർ ഇസ് നോ കൊളസ്ട്രോൾ ഇൻ. പക്ഷേ വേ പ്രോട്ടീൻ ഈസിലി ഡൈജസ്റ്റബിൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എനിമൽ സോഴ്സ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ലാക്ടോസ് ആൻഡ് ഡെയറി ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ അത് വേറെ പ്രശ്നം. അപ്പൊ എന്താ ഉണ്ടാവും? ബ്ലോട്ടിങ്, അൺഈസിനെസ് എല്ലാം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് കൊളസ്ട്രോൾ. പിന്നെ ഫൈബർ. ഐസൊലേറ്റഡ് സോയ പ്രോട്ടീനിൽ ഫൈബർ ഉണ്ട്. കാരണം ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പ്രോട്ടീൻ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഫൈബർ കഴിച്ചിട്ടില്ലെങ്കിൽ ആ പ്രോട്ടീൻ കഴിക്കുന്നതിനെ കൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവില്ല. കാരണം ആ പ്രോട്ടീൻ ഡൈജസ്റ്റ് ആയിട്ട് ആ പ്രോട്ടീൻ ശരീരത്തിൽ വലിച്ചെടുക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഫൈബറിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കണം ആ പ്രോട്ടീന്റെ അകത്ത്. പക്ഷെ അതില്ല അവിടെ. പക്ഷെ വേ പ്രോട്ടീൻ അതില്ല. പക്ഷെ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ കണ്ടെയ്ൻസ് ഫൈബർ. ഓക്കെ. ഇനി താഴോട്ടേക്ക് പോകുമ്പോൾ എസിഡിറ്റി വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ശരീരം എസിഡിക് ആണെങ്കിൽ പലതരത്തിലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. ആ അസുഖങ്ങളുടെ പേര് ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ മാരക രോഗമാണ് നിങ്ങളുടെ ശരീരം എസിഡിക് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം. അതിന്റെ മുമ്പേ നിങ്ങൾക്ക് പെപ്റ്റിക് അൾസർ, ദഹന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരും എസിഡിറ്റി ഉണ്ടെങ്കിൽ. പക്ഷേ അവസാനം എത്തുന്നത് ക്യാൻസറസ് ഗ്രോത്തിലായിരിക്കും അഥവാ നിങ്ങളുടെ ശരീരം എസിഡിക് ആണെങ്കിൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിനെ ആൽക്കലൈൻ ആക്കി മാറ്റണം. അപ്പോ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ കഴിച്ചാൽ യുവർ ബോഡി ബിക്കംസ് ആബ്സല്യൂട്ട്ലി ആൽക്കലൈൻ. നോക്കി, അതുകൊണ്ടാണ് ഞാൻ പലവട്ടം പറയാറുള്ളത്, പ്രോട്ടീൻ കഴിക്കൂ, പ്രോട്ടീൻ കഴിക്കൂ. ഇങ്ങനത്തെ പല ക്യാൻസറസ് ഗ്രോത്ത് പോലും ഇല്ലാതെയാക്കാൻ പറ്റുമെന്ന്. പക്ഷേ ആൾക്കാർ കേൾക്കുന്നില്ല. ഇനി ലാസ്റ്റിൽ ക്യാൻസർ ആയതിനു ശേഷം വന്നിട്ട് ചോദിക്കും, സർ നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? എന്തൊരു ഭീകരമായിട്ടുള്ള ഒരു ചോദ്യമോ, എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണത് നിങ്ങൾ മനസ്സിലാക്കുക. റൈറ്റ്. സോ മേക്ക് യുവർ ബോഡി ആൽക്കലൈൻ ബൈ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ. വേ പ്രോട്ടീൻ വിൽ നോട്ട് ഡു ദാറ്റ്. പിന്നെ അബ്സോർപ്ഷൻ. വേ പ്രോട്ടീന്റെ അബ്സോർപ്ഷൻ കാരണം ഡൈജഷൻ വളരെ പൂറാണ്. അതുകൊണ്ട് ഈസിലി അല്ല, പൂർ എന്ന് പറയുന്നില്ലെങ്കിലും ഈസിലി ഡൈജസ്റ്റ് ആവുന്നില്ല ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ പോലെ. അതുകൊണ്ട് ഈസിലി ഡൈജസ്റ്റ് ആവാത്തത് കൊണ്ട് കമ്പാരിറ്റീവ്ലി അബ്സോർപ്ഷൻ വിൽ ബി വെരി ലെസ്. എന്താ വെച്ചാൽ ഡൈജഷൻ ആയിട്ടില്ല, പിന്നെ എന്തോ അബ്സോർവ് ആവും അതില്ല. പക്ഷേ മറുവശത്ത് പോയി കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ഈസ് ദ ഹൈയസ്റ്റ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഹാപ്പൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ഈസിലി ഡൈജസ്റ്റബിൾ ആൻഡ് ടോട്ടലി പ്ലാന്റ് ഒറിജിൻ. അവസാനത്തെ ബട്ട് നോട്ട് ദ ലീസ്റ്റ് കോസ്റ്റ്, വെരി കോസ്റ്റ്ലി വേ പ്രോട്ടീൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ ഇറ്റ് ഈസ് വെരി വെരി ലെസ് കോസ്റ്റ്ലി കമ്പയറിംഗ് ടു വേ പ്രോട്ടീൻ. റൈറ്റ്. അതൊന്നും. ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒരുപക്ഷെ ഈ വേ പ്രോട്ടീനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ കാരണം ഇത് പെട്ടെന്ന് റിസൾട്ട് നിങ്ങൾക്ക് നൽകും. അതുകൊണ്ടാണ്. റൈറ്റ്. ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് വേണമല്ലോ, അതല്ലേ പ്രോബ്ലം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പെട്ടെന്ന് കിട്ടുന്നത് പെട്ടെന്ന് പോകുന്നുള്ള ഒരു സിറ്റുവേഷൻ പോലും ഉണ്ട് ഇവിടെ. കാരണം ഈ വേ പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ബോഡിയുടെ മസിൽസ് ഒക്കെ ഡെവലപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഫ്ലെക്സ് ഒക്കെ ചെയ്ത് കാണിക്കാൻ പറ്റും. പക്ഷെ ദ മൊമെന്റ് യു സ്റ്റോപ്പ് ടേക്കിംഗ് വേ പ്രോട്ടീൻ ആൻഡ് യു സ്റ്റോപ്പ് ഗോയിങ് ജിമ്മിങ്, അത് വന്നതുപോലെ തന്നെ തിരിച്ചു പോകും. അതാണ് പറഞ്ഞത്, ദേ വന്നു ദേ പോയി, അത് നടക്കും വേ പ്രോട്ടീന്റെ കൂടെ. പക്ഷേ വിത്ത് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ നെവർ ഹാപ്പൻസ്. ഇറ്റ് കംസ് വെരി സ്ലോലി, റിമെയിൻസ് ദെയർ. പെട്ടെന്ന് പോകത്തില്ല. ലേറ്റ് ആയിട്ടാണ് വരിക, എന്നാൽ ലേറ്റ് ആയിട്ടേ പോകത്തുള്ളൂ. അപ്പൊ അവിടെ തന്നെ കിടക്കും അത്. റൈറ്റ്. സോ ദിസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ വേ പ്രോട്ടീൻ ആൻഡ് ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ. ഇത് ശരിക്കും മനസ്സിലാക്കുക, ഇത് ശരിക്കും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. റൈറ്റ്. അപ്പോ നമ്മളുടെ ന്യൂട്രിചാർജ് കമ്പനി ഇറക്കിയിരിക്കുന്ന പ്രോഡക്റ്റുകൾ, പ്രോട്ടീൻ പൗഡറുകൾ ഇങ്ങനെയാണ്. ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് കംസ് ഇൻ ദിസ് ഡോയ് പാക്ക്. ഓക്കെ. ഡോയ് പാക്ക് എന്ന് പറയാൻ ഇന്റർനാഷണൽ പാക്കിംഗ് ആണ്. അതിന്റെ അകത്ത് ചെറിയ 15 സെഷേസ് ആണ്. ചെറിയ ഒരു സെഷേ ഒരു നേരത്തേക്ക്. ഓക്കെ. അപ്പൊ ഇത് കഴിക്കുമ്പോൾ ഇത് ഒന്നില് കൊക്കോ ആണ്, ഒന്നില് സ്ട്രോബെറി ആണ്. ഓക്കെ. ഇതിന്റെയൊക്കെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും ഒക്കെ എന്താ നമുക്ക് നോക്കാം. ഓക്കെ. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് ഈ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണ് നോക്കാം. റൈറ്റ്. അത് നമ്മുടെ ശരീരത്തിലെ മസിൽസിനെ മാക്സിമം സേവ് ചെയ്യും, സംരക്ഷിക്കും, മെയിൻറ്റെയിൻ ചെയ്യും. കാരണം എന്താ? ബിക്കോസ് പ്രോട്ടീൻ എന്ന് പറയുന്നതും വെള്ളം എന്ന് പറയുന്നതും മസിൽസിന്റെ ഭക്ഷണമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
സോ ഇഫ് യു വാണ്ട് ടു മെയിൻറ്റെയിൻ മസിൽസ്, ഇഫ് യു വാണ്ട് ടു സേവ് മസിൽസ്, നമ്മൾ പ്രോഡക്റ്റ് കഴിച്ചുകൊണ്ടേയിരിക്കണം. അത് മാത്രമല്ല, ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ആവും. ബൂസ്റ്റപ്പ് എൻഹാൻസ് ആയി പോകും. ആരോഗ്യ പ്രതിരോധ ശക്തി കൂടും. കാരണം എന്താ? കാരണം പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ആന്റിബോഡി ക്രിയേറ്റ് ആവും. ആ ആന്റിബോഡിയാണ് രോഗപ്രതിരോധ ശക്തി നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോ പ്രോട്ടീൻ കുറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തിയും കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഒമിക്രോൺ എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ പലതരത്തിലുള്ള വേരിയൻസ് ഓഫ് വൈറസസ്, അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു മാർഗമേ ഉള്ളൂ എന്റെ സുഹൃത്തുക്കളെ, ശരീരത്തിൽ ഒരു വലയം സൃഷ്ടിച്ചു വെക്കുക. ആ വലയത്തിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ കീപ് ദാറ്റ്. അപ്പൊ അതിനുവേണ്ടി പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കളി കളിച്ചിട്ടും യാതൊരു കാര്യമുണ്ട്. കാരണം വിത്തൗട്ട് ആന്റിബോഡി യു കനോട്ട് മെയിൻറ്റെയിൻ ഓർ കനോട്ട് ഗെറ്റ് ഇമ്മ്യൂണിറ്റി. ദാറ്റ്സ് ഫോർ ഷുവർ. ആൻഡ് മേക്സ് ബോഡി ആൽക്കലൈൻ. അത് വെരി ഇമ്പോർട്ടന്റ്. ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ആൽക്കലൈനായി മാറുന്നു. അത് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിലെ മസിൽ ഫാറ്റ് റേഷ്യോ, അല്ലെ കൊഴുപ്പിന്റെയും മസിൽസിന്റെ ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? 90% ആൾക്കാരുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നു, മസിൽസ് കുറയുന്നു. അപ്പോൾ ഈ റേഷ്യോ മെയിൻറ്റെയിൻ ആവുന്നില്ല. What we need is to maintain the ratio between muscles and fat, and that is helped by NutriCharge Cocoa product, NutriCharge Strawberry product, and even NutriCharge Kesar Pista product. പിന്നെ excellent for skin and hair health. മുടിക്കും ചർമ്മത്തിനും ഒന്നൊന്നര തന്നെയാണ്, യാതൊരു സംശയവുമില്ല. റൈറ്റ്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്താണ്? ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് വീഗൻ ആണ്. ദിസ് പ്രോട്ടീൻ ഈസ് NutriCharge Cocoa product അല്ലെ Strawberry product ആയിക്കോട്ടെ, whatever it is, it is vegan with no extra added sugar. Totally plant based ആണ്. അതിൽ യാതൊരു തരത്തിലുള്ള പഞ്ചസാരയും ചേർത്തിട്ടില്ല. നിങ്ങളായിട്ട് ചേർക്കാൻ പോകരുത്. Now 14.8 gram പ്രോട്ടീൻ ആണ് ഒരു സെഷൻ. ബേസിക്കലി ഈ ഒരു ചെറിയ സെഷൻ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പൊടി ഗ്ലാസ്സിലിട്ടാൽ 20 gram പൊടിയാണ് നിങ്ങൾ കാണുക. 20 gram പൗഡർ. അപ്പൊ 20 gram പൊടിയിൽ 15 gram ഈസ് പ്രോട്ടീൻ ആൻഡ് 5 gram ഈസ് ഫൈബർ. ആ 15 ഗ്രാമിൽ 14.98 ഗ്രാമോളം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നോക്കിയേ, ഇത്രയും പ്യോർ ആയിട്ടുള്ളത് കൊണ്ടാണ് കംപ്ലീറ്റ് ശരീരം വലിച്ചെടുക്കുന്നത്. റൈറ്റ്. സോ ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ, ലുക്ക് അറ്റ് the amount of absorption it is being done in your body. 99% absorption. Can you believe it? അപ്പൊ എത്ര ക്വാളിറ്റി ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ആണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. Then it is enriched with natural prebiotic fiber and real Belgian cocoa powder. Now ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫൈബർ കണ്ടന്റ് ശരീരത്തിൽ വളരെ കുറവാണ്, 10% താഴെ ഉള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വളരെ മാരകമായിട്ടുള്ള അസുഖം നമ്മുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഫൈബർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെയൊക്കെ അതിന് ചെറുകും. പക്ഷെ ഇവിടെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രീബയോട്ടിക് ഫൈബർ ചേർത്തിരിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള പ്രീബയോട്ടിക് ഫൈബർ ചേർത്തുകൊണ്ട്, പ്രീബയോട്ടിക് എന്താണ്? ദഹന പ്രക്രിയ കൂട്ടാനുള്ള ബാക്ടീരിയസ് ആണ്. അല്ലെങ്കിൽ ദഹന പ്രക്രിയ കൂട്ടാനുള്ള ബാക്ടീരിയസ് ആയിട്ടുള്ള പ്രോബയോട്ടിക്കിനുള്ള ഭക്ഷണമാണ് ഈ പ്രീബയോട്ടിക്. അപ്പൊ പ്രീബയോട്ടിക് എത്രയധികം കൊടുക്കുന്നു, പ്രോബയോട്ടിക്കിന്റെ ആരോഗ്യം എത്രയും ഉണ്ടാവും. പ്രോബയോട്ടിക്കിന്റെ ആരോഗ്യം എത്ര ഉണ്ടാവുന്നു, അത്രയും നിങ്ങളുടെ ആരോഗ്യം നന്നാവും, നിങ്ങളുടെ ദഹന പ്രക്രിയ നന്നാവും, നിങ്ങളുടെ ശരീരത്തിൽ എന്ത് കൊടുത്താലും അത് ഡൈജസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും. റൈറ്റ്. പിന്നെ ഇറ്റ് ഈസ് എൻറിച്ച്ഡ് വിത്ത് നാച്ചുറൽ പ്രീബയോട്ടിക് ഫൈബർ. ഞാൻ പറഞ്ഞു റിയൽ ബെൽജിയൻ കൊക്കോ പൗഡർ. ഇതിൽ ചേർത്തിരിക്കുന്ന കൊക്കോ പൗഡർ, ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റിലുള്ള കൊക്കോ പൗഡർ ബെൽജിയത്തിൽ നിന്നാണ് കൊണ്ടത്. കാരണം ഹൈ ക്വാളിറ്റി കൊക്കോന്റെ ഒരു പൊടി കിട്ടുന്നത് നമ്മളെ ബെൽജിയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, അത് ആന്റി ഓക്സിഡന്റ് ആണ്. ഈ കൊക്കോ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് ആണ്. അതുകൊണ്ട് ഇത് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ശരീരത്തിലെ LDL കൊളസ്ട്രോൾ, അതായത് ലോ ഡെൻസിറ്റി ലീപ്പോ പ്രോട്ടീൻ എന്ന ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു. ഹൈ ഡെൻസിറ്റി ലീപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുന്നു. ഇതൊരു വലിയ സംഭവമാണ് എന്റെ സുഹൃത്തുക്കളെ. ഒത്തിരി ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണിത്. അതിനുവേണ്ടി പലതരത്തിലുള്ള ഗുളികകൾ കഴിച്ചിട്ട് ശരീരത്തിനെ പലതരത്തിലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിനേക്കാൾ നല്ലത് ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം ഗുണങ്ങൾ സംഭവിക്കുമെന്ന് നോക്കണം. അതേപോലെ ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് അഗെയിൻ ആന്റി ഓക്സിഡന്റ് ആണ്, ഫ്രാൻസിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിന്റെ ആരോഗ്യം നന്നാവുന്നതിന്റെ പുറമെ നിങ്ങളുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ ഇതിന് രണ്ടും പ്രത്യേകിച്ച് സ്ത്രീകൾ കഴിക്കേണ്ടതാണ് സ്ട്രോബെറി. കാരണം അവരുടെ ശരീരത്തിനാണ് രക്തത്തിന്റെ അളവ് കുറയുന്നത്. അപ്പോൾ അവർ ഇത് കഴിച്ചിട്ട് ഇതിന്റെ കൂടെ ന്യൂട്രിചാർജ് ഹോമോൺ കൂടി കഴിക്കുമ്പോൾ അവരുടെ സ്കിന്ന് തന്നെ ഏകദേശം ആ സ്ട്രോബെറി കളറിലോട്ടേക്കുള്ള രൂപാന്തരണം നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണ്? വെരി സിമ്പിൾ ആണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷവും വൈകിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് സൗകര്യം തോന്നുന്നത് അന്നേരം കഴിക്കാം. പക്ഷെ ഒരു ദിവസം 2 സെഷയെങ്കിലും നിങ്ങൾ ന്യൂട്രിചാർജിന്റെ കഴിക്കണം, ന്യൂട്രിചാർജ് പ്രോഡക്റ്റ്. റൈറ്റ്. അപ്പോൾ ദ ഡെയിലി PVMF 1 minute ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിന് PVMF ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മൾ പറയാറുണ്ട്. കാരണം കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വളരെ അധികം കാലറീസ് രാവിലെ തന്നെ കയറിക്കൂടുന്നത്. അപ്പൊ ആ കാലറീസിനെ ഒതുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു PVMF ബ്രേക്ക്ഫാസ്റ്റ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. PVMF ബ്രേക്ക്ഫാസ്റ്റ് ഫോർ മെൻ is NutriCharge Men and NutriCharge Cocoa product, and PVMF breakfast for women is NutriCharge Women and NutriCharge Strawberry product. Now, എടുക്കേണ്ടത് എങ്ങനെയാണ്?
നല്ലൊരു സ്മൂതി ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഇതിലെ ഒരു സെഷ പൊട്ടിക്കുക, വെള്ളത്തിലിടുക, നല്ലോണം കലക്കുക. അത് കലക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് കലക്കാം, അല്ലെങ്കിൽ ഷേക്കറിലിട്ട്. പക്ഷെ നല്ലോണം ആ പൊടി കലങ്ങിയതിന് ശേഷം കുടിക്കുക. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേയും വൈകിട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും വേണമെങ്കിൽ കഴിക്കാം. ഓക്കെ, ഇത് കഴിക്കുക, ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് ഇസ് ഹൗ ടു ടേക്ക്. പിന്നെ ടിൽ വെൻ ടു ടേക്ക്, എത്ര കാലം നിങ്ങൾ ജീവിതം ആസ്വദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എൻജോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്രയും കാലം കഴിക്കണം. ആൻഡ് ഹൂ ഷുഡ് ടേക്ക്, 14 വയസ്സിന്റെ മുകളിലുള്ള എല്ലാവരും ഇത് കഴിക്കണം. കാരണം 14 വയസ്സ് വരെ നമ്മളെ കുട്ടികൾക്ക് ന്യൂട്രിചാർജ് കിഡ്സ് ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ള. പക്ഷെ അവിടെയും വല്ലാതെ മാരകമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ നമുക്ക് 10 വയസ്സിന്റെ മുകളിലുള്ളവർക്ക് ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കൊടുത്തു തുടങ്ങാം. പിന്നെ കേസർ പിസ്ത പ്രോഡക്റ്റുകൾ കാണാം. ഓക്കെ, റൈറ്റ്. അതില് ഈ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റിലും സ്ട്രോബെറി പ്രോഡക്റ്റിലും എന്തൊക്കെയാണുള്ളത് അത് തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവിടെ ആകെയുള്ള വ്യത്യാസം, കൊക്കോ പ്രോഡക്റ്റ് എടുത്ത് സ്ട്രോബെറി എടുത്ത് മാറ്റിയിട്ട് അവിടെ ഞങ്ങൾ കേസറും അതേപോലെ പിസ്തയും ചേർത്തു എന്നുള്ളതാണ്. ഓക്കെ, ദിസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പൊ കേസർ വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ്, അത് കോശങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങളെ ചർമ്മത്തിനെ സംരക്ഷിക്കുന്നു, നിങ്ങൾക്ക് പ്രായം തോന്നിക്കത്തില്ല. ചർമ്മ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെയും നല്ല പരിഹാരം നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രായാധിക്യം തോന്നിക്കത്തില്ല, യുവാവായിട്ട് തന്നെ നിൽക്കും, യുവതിയായിട്ട് തന്നെ നിൽക്കും. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ യുവർ സ്കിൻ ബിക്കംസ് അബ്സല്യൂട്ട്ലി ഗ്ലോ. ചർമ്മം നല്ല തിളക്കമുള്ള ചർമ്മമായി മാറും. അതാണ് കേസർ. പിന്നെ അതിൽ രക്തത്തിന്റെ ആ സർക്കുലേഷൻ കൂട്ടുന്നു, അതും കൂടി വളരെ സഹായിക്കും. പിസ്ത abundant with many nutrients. ഓക്കെ, പോഷകങ്ങൾ നിറഞ്ഞൊരു സംഭവമാണ് പിസ്ത. അത് മാത്രമല്ല അതിൽ കാലറിയും വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് കാലറി കുറവാണെങ്കിലും അത് നിങ്ങൾക്ക് എന്താ എനർജി നല്ലോണം തരും. ഓക്കെ, ബിക്കോസ് ആ എനർജി ഗിവിംഗ് സോഴ്സ് ആണ് വിറ്റമിൻ B6 എന്ന് പറയുന്നത്. ആ ബി കോംപ്ലക്സ് അത് ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് മാത്രമല്ല പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, ഫൈബർ അതും ഇതിലുണ്ട്. അപ്പൊ ഒരു ഒന്നൊന്നര സംഭവങ്ങളാണ്. ഇതിന്റെയൊക്കെ പുറമെ സോയ പ്രോട്ടീൻ ആൻഡ് മറ്റേ നമുക്കറിയാം ഫൈബർ is already there. പിന്നല്ല ന്യൂട്രിചാർജ് കേസർ പിസ്സയില് മഞ്ഞ നിറം നിങ്ങൾക്ക് കാണാം. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി കർക്കുമിൻ വിച്ച് ഇസ് there. ഈ കർക്കുമിൻ എന്ന് പറയുന്നത് വളരെയധികം ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഒരു എലിമെന്റ് ആണ്. അത് നമുക്ക് നമ്മളെ ടർമറിക് എന്ന് പറയുന്ന മഞ്ഞളിൽ നിന്നാണ് കിട്ടുക, റൈറ്റ്? അപ്പൊ മഞ്ഞളിന്റെ ഒരു വകഭേദമാണ് കർമറിക്. അതിന്റെ ഉള്ളിലുള്ള ഒരു എലിമെന്റ് ആണ് കർക്കുമിൻ. ആ കർക്കുമിൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം എന്താ പറയുക, അത് നമ്മുടെ ചർമ്മ സംബന്ധമായിട്ടായാലും ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടായാലും ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ നമ്മുടെ ശരീരം മാറിപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കൺവെൻഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡിനറി ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് PVM ബ്രേക്ക്ഫാസ്റ്റ് ഇഫ് യു കമ്പയർ, നിങ്ങൾക്ക് കാണാം രാവിലെ തന്നെ എത്രമാത്രം കാലറീസ് ആണ് നമ്മൾ ആവശ്യത്തിനേക്കാളും അധികം ശരീരത്തിലോട്ട് കയറ്റി വിടുന്നത്. നോക്കിയേ, മസാല ദോശ കഴിഞ്ഞാൽ 374 കാലറീസ് ആണ്. ഇതൊന്നും നമ്മൾ ബേൺ ചെയ്യത്തില്ലല്ലോ. എക്സസൈസ് ചെയ്യോ? ഇല്ല. അല്ലെങ്കിൽ നടക്കൂ? ഇല്ല. അല്ലെങ്കിൽ ഓഫീസിൽ പോയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ എവിടെയെങ്കിലും പഠിക്കും. അപ്പൊ 374 വെറും മസാല ദോശ കഴിച്ചാലേക്കും. അതിന്റെ മുമ്പേ ചായ കുടിച്ചിട്ടുണ്ടാവും, അതിന്റെ ശേഷവും അല്ലെങ്കിൽ ഇതിന്റെ കൂടെയും ചായ കുടിക്കും. അപ്പോൾ എന്തുണ്ടാവും, നാച്ചുറലി ഇത് ഏകദേശം 500ന്റെ അടുക്ക് പോയി എത്തും. രാവിലെ തന്നെ 500, ഒരു ദിവസം വേണ്ട തരിക 1500. അപ്പൊ ഒരു ദിവസം മുഴുവൻ കിടപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ള കാപ്പാസിറ്റി വെറും 1000 ഉള്ളൂ. അത്രയും എടുക്കത്തുള്ളൂ? ഇല്ലല്ലോ. ഇഷ്ടം പോലെ കഴിക്കും. ഇഷ്ടം പോലെ കഴിച്ച് വല്ലാതെ അങ്ങ് കൂട്ടും. കൂട്ടി ഒരു പരുവത്തിലാക്കും നമ്മളുടെ ശരീരത്തിന്, റൈറ്റ്? ഓക്കെ, അപ്പോ ഇതൊക്കെ ഒന്ന് ഇത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ, റൈറ്റ്? അപ്പോ അങ്ങനെ ഓരോന്നും നോക്കും. പൂരി ഭാജി 350, പിന്നെ ഓംലെറ്റ് 327. ഇതൊക്കെ ഭീകരമായിട്ട് കാലറീസും ഫാറ്റും നമ്മുടെ ശരീരത്തിൽ തരുന്നു. അത് പ്രോട്ടീൻ ഇല്ല, വൈറ്റമിൻസ് വളരെ കുറവ്. വൈറ്റമിൻസ് ഇല്ല എന്ന് തന്നെ പറയാം, മിനറൽസും ഇല്ല. ഫൈബർ കണ്ടന്റ് ഈസ് അബ്സല്യൂട്ട്ലി കുറച്ചിലൊക്കെ അധികം ഉണ്ടെങ്കിൽ, പക്ഷെ അവിടെ ഫാറ്റും അവിടെ പ്രോട്ടീൻ കാലറീസ് ഒക്കെ കൂടുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ അവിടെ കാണപ്പെട്ടിരിക്കും, റൈറ്റ്? സോ ന്യൂട്രിചാർജ് PVM of if you take, look at the calories which you are taking and look at the fat you are taking and look at the protein you are taking. അതിന്റെ പുറമെ വൈറ്റമിൻസ്, മിനറൽസ്, എല്ലാം കൂടി വരുമ്പോഴേക്കും അതൊരു ഒന്നൊന്നര ആരോഗ്യം നൽകുന്ന ഒരു സംഭവമായി മാറുന്നുള്ളതാണ്. സോ ഇഫ് യു ക്യാൻ ഫിക്സ് ന്യൂട്രിചാർജ് PVMF ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്, അത് വളരെ ഗുണകരമായിരിക്കും, റൈറ്റ്? ഇനി കുട്ടികളുടെ കാര്യത്തിലേക്ക് പോകാം. കുട്ടികള് വളരെ അവരുടെ ശരീരത്തിൽ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ പോഷകങ്ങളുടെ അളവ് വളരെ കുറവായിട്ട് കിട്ടുക. എന്താ കാരണം കൂടുതൽ ജങ്ക് ഫുഡിലേക്ക് അവർ ആകർഷ്ടപ്പെട്ടു പോയി. അത് കഴിക്കാനേ അവർ താല്പര്യം കാണിക്കുന്നില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കും, കുട്ടികൾ കഴിക്കുന്നതെല്ലാം ജങ്ക് ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിൽ ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പോഷകങ്ങളുടെ ഗുണം അല്ലെ പോഷകങ്ങൾ കിട്ടുന്നതൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് അവർക്ക് എന്താ സംഭവിക്കുന്നത്, ഫ്രീക്വന്റ് ഇൽനെസ്, വല്ലാതെ അസുഖബാധിതരാകും. പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച ശരീരത്തിൽ ഉണ്ടാവില്ല. അതുപോലെ എന്ത് ചെയ്യുന്നു അതിൽ യാതൊരു താല്പര്യവും കാണിക്കത്തില്ല. അത് പഠനമായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ എന്തിനു പറയുന്നു, ഭക്ഷണം പോലും കഴിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. കാരണം അവർക്ക് മറ്റേ ഭക്ഷണം ഈ ഭക്ഷണത്തിനോടാണ് ടേസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഭക്ഷണം കൊടുത്താൽ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം അവർ കഴിക്കത്തില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറഞ്ഞ മഹത്തരമായിട്ടുള്ള ഒരു സപ്ലിമെന്റ്, അതായത് ഡെയിലി ന്യൂട്രീഷൻ ഡ്രിങ്കോ അല്ലെ ഫുഡോ എന്ന് വേണേൽ പറയാം, അത് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. എന്താണ് ഇതിലുള്ളത്? 49 എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണുള്ളത്, 28 വൈറ്റമിൻസ്, മിനറൽസ്, 10 ബൊട്ടാനിക്കൽസ്, 4 പ്രോബയോട്ടിക്സ്, 3 ടൈപ്സ് ഓഫ് പ്രോട്ടീൻ, 2 അമിനോ ആസിഡ് ആൻഡ് DHA. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് ഈ സംഭവം. ഇന്ത്യൻ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല, നിങ്ങൾക്ക് കിട്ടത്തുമില്ല. അപ്പൊ എന്താ അതിനെ ചെയ്യേണ്ടത്? 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാമെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല. 12ന്റെ മുകളിൽ നിങ്ങൾക്ക് എത്ര വേണേൽ പോവാം, 2ന്റെ താഴെ വേണമെങ്കിൽ 1 വയസ്സ് വരെ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം, യാതൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൊടുക്കുന്നത് ആ സ്പൂണിന്റെ അളവിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. 2 വയസ്സിന്റെ താഴെയാണെങ്കിൽ ആ സ്പൂണിന്റെ കാൽഭാഗം കൊടുക്കുക, അല്ലെ 1 വയസ്സാകുമ്പോഴേക്കും 1/2 സ്പൂൺ കൊടുക്കുക, 2 വയസ്സ് മുതൽ ഫുൾ സ്പൂൺ ആയിട്ട് കൊടുക്കുക ചെയ്യുക. ഒരു ദിവസം 2 നേരം കൊടുക്കാൻ മറക്കരുത്. റൈറ്റ്? പിന്നെ ഹൗ ടു ടേക്ക് ഒന്നുമില്ല, ആ സ്കൂപ്പ് എടുക്കുക, പാലിലോ അല്ലെങ്കിൽ നല്ല പാൽ കിട്ടുന്ന പാലില്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് അവർക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ശരിയായിട്ടുള്ള കിഡ്സ് KIDS ഒരു അർത്ഥം നിങ്ങളെ കുട്ടിയിൽ കാണും. എന്താണ്? നോളജ് കൂടും, ഇമ്മ്യൂണിറ്റി കൂടും, ഡെവലപ്മെന്റ് കൂടും, സ്ട്രെങ്ത് കൂടും. കിഡ്സ് അതല്ലേ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്? ഇനി ഇത് കൊടുക്കുമ്പോൾ കുട്ടികളിൽ കാണപ്പെടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആ ബെനിഫിറ്റ് എന്താണ്? ഇതിൽ 3 തരം പ്രോട്ടീനാണ് നമ്മൾ പഠിച്ചു. സോയ പ്രോട്ടീൻ, മിൽക്ക് പ്രോട്ടീൻ ആൻഡ് വേ പ്രോട്ടീൻ. ഇത് 3ഉം എന്താ ചെയ്യുന്നത്? ഒന്ന് ഫിസിക്കൽ ഡെവലപ്മെന്റ് ചെയ്യുന്നു, ഒന്ന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നു, രണ്ടാമത്തത് മസൽ മാസ് കൂട്ടും. കാരണം വളർന്നു വരുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് മിൽക്ക് പ്രോട്ടീൻ. അപ്പൊ മിൽക്ക് പ്രോട്ടീൻ നമ്മൾ ഇതുവഴി കൊടുക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഗണ്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഗണ്യമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഗണ്യമായിട്ടുള്ള മെച്ചം കാണിക്കപ്പെടും. ഇംപ്രൂവ്സ് മെന്റൽ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ്. അതാണ് ബൗദ്ധികമായിട്ട് ഉള്ള വളരെയധികം പെർഫോമൻസ് കൂട്ടും, ബുദ്ധിയുടെ ആരോഗ്യം കൂട്ടും. അപ്പോൾ ചെയ്യുന്നതിന് റിസൾട്ട് ഗംഭീരമായിട്ട് കിട്ടി തുടങ്ങും. അതുപോലെ സ്റ്റാമിന, എനർജി കൂട്ടും, എല്ലിന്റെ ബലം വളരെയധികം കൂട്ടും, സ്ട്രെങ്തൻസ് ദ ബോൺസ്. കാരണം ഈ വളർന്ന പ്രായത്തിലാണല്ലോ എല്ലിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നത്. അപ്പൊ ആ സമയത്ത് ചെയ്യും. ഇംപ്രൂവ്സ് ഡൈജഷൻ ആൻഡ് ഗട്ട് ഹെൽത്ത്. അപ്പൊ ദഹനപ്രക്രിയ കൂട്ടുന്നു. ദഹനപ്രക്രിയ കൂട്ടുന്നത് കൊണ്ട് ആമാശയ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ദഹനപ്രക്രിയ നടക്കേണ്ട അവയവങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റി പോകുന്നു. ശരീരം പെട്ടെന്ന് തന്നെ ഈ പോഷകങ്ങൾ വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് നല്ല ആരോഗ്യമുണ്ട്. റൈറ്റ്? ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പലവട്ടം പറഞ്ഞതാണ്. ഇത്ര ആൾ ചെയ്തതെന്ന് അറിയാൻ പാടില്ല. കാരണം പല PUCകളിലും പല വണ്ടർ വേൾഡ് ക്യുക്കിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അവിടുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇതിന്റെയൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ന്യൂട്രിചാർജ് കിഡ്സിന്റെ ഷെൽഫിന്റെ അവിടെ കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ വരുന്ന ഏതൊരു വ്യക്തി ഇതെന്തായാലും വായിക്കും. അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, ക്ലിനിക്കിൽ പോകാൻ ഈ വലുത് അക്ഷരത്തിൽ കാണുമ്പോൾ അദ്ദേഹം അതിലേക്ക് പോകും. അവിടെ പോയിട്ട് ഇത് വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രൊഡക്റ്റ് മേടിച്ചിരിക്കും. അദ്ദേഹത്തിന് കുട്ടികളില്ലെങ്കിൽ, അല്ല അദ്ദേഹത്തിന് മുതിർന്ന കുട്ടികളാണ്, അദ്ദേഹത്തിന് ചെറുമക്കൾ കൊടുക്കാനുണ്ടാവും, പരിചയത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ എന്തായാലും ഇത് മേടിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതിന്റെ എങ്കിലും നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ന്യൂട്രിചാർജ് കിഡ്സ് വെക്കുന്ന ഷെൽഫിന്റെ അടുത്ത് ഒട്ടിച്ച് വെക്കണം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ഉണ്ടായിരിക്കണം. കാരണം എവിടെയെങ്കിലും ചെന്ന് നിങ്ങൾ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ ഇതെടുത്ത് കാണിക്കാനും വേണം. ഓക്കെ, അവസാനത്തെ വാക്യം മാത്രമേ വായിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മാത്രം പറയാം. എന്താണ് ക്ലിനിക്കിൽ പോകുന്നത്? ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു ദ ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ചിൽഡ്രൻ. ഓക്കെ, പോഷകാഹാരങ്ങൾ ശരീരത്തിൽ വളരെ കുറവായിട്ടുള്ള ഒരു കുട്ടിക്ക് ഇത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇതാണ് പഠനം പറയുന്നത്. റെക്കമെൻഡ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് എ നാച്ചുറൽ സപ്ലിമെന്റ്. കാരണം ഇതൊരു നാച്ചുറൽ സപ്ലിമെന്റ് ആണ്, ആർട്ടിഫിഷ്യൽ ഇല്ല, കെമിക്കൽ ഇല്ല. ആൻഡ് ഇറ്റ്സ് പൊട്ടൻഷ്യാലിറ്റി ഇൻ ഇൻക്രീസിംഗ് ദ ഇമ്മ്യൂണിറ്റി. അതല്ലേ വേണ്ടത്. അതിന്റെ പൊട്ടൻഷ്യാലിറ്റി എന്താണ്? അത് രോഗപ്രതിരോധ ശക്തി വളരെയധികം കൂട്ടുമെന്നുള്ള പൊട്ടൻഷ്യാലിറ്റി കൂടി ഇതിലുണ്ട്. ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റ് ആൻഡ് സേഫ് ടു യൂസ്. അപ്പൊ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്ന മാത്രമല്ല, കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ചെയ്യാനും സഹായിക്കുന്നു. ഇതിന്റെയൊക്കെ ഉപരി ഇത് കഴിക്കുന്നത് വളരെ സേഫുമാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ന്യൂട്രിചാർജ് കിഡ്സ് ത്രൂ ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള റിപ്പോർട്ട്. റൈറ്റ്? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, അതുപോലെ ഞാൻ പിന്നെ പറയാം. ഇതും പറഞ്ഞാണ് പറയാം. നമുക്കറിയാം ന്യൂട്രിചാർജ് എല്ലാ പ്രൊഡക്റ്റുകളും ആൽമോസ്റ്റ് നോക്കിയേ, ന്യൂട്രിചാർജ് എന്ന ബ്രാൻഡ് ആസ് സച്ച് ഈസ് ബെസ്റ്റോർഡ് വിത്ത് മെനി അവാർഡ്സ്. പലതരത്തിലുള്ള അവാർഡ് കിട്ടിയതാണ്. 2013, 2014 ആദ്യമായിട്ട് ഇത് ലോഞ്ചൊക്കെ ചെയ്ത് നമ്മളൊക്കെ മാർക്കറ്റിൽ ശരിക്കങ്ങ് വന്നപ്പോൾ ഇത് ലണ്ടനിൽ നിന്ന് നമുക്കൊരു അവാർഡ് കിട്ടി. ഇന്ത്യസ് മോസ്റ്റ് പ്രോമിസിംഗ് ബ്രാൻഡ്. ഒന്ന് കേട്ട് നോക്കുക. അതിന്റെ അവാർഡിന്റെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ കൂരിത്തിരിക്കും. നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മൾ ഇതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അതങ്ങനെ സംഭവിക്കൂ. ഇല്ലെങ്കിൽ വഴിപോക്കായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കിത് എത്ര മനോഹരമായിട്ട് പറഞ്ഞാലും മനസ്സിലാവില്ല. അത് വേറെ കാര്യം. അപ്പോൾ ഇന്ത്യസ് മോസ്റ്റ് പ്രോമിസിംഗ് ബ്രാൻഡ് എന്ന അവാർഡ് 2013 നമുക്ക് കിട്ടി ലണ്ടനിൽ നിന്ന്. പിന്നീട് അത് ജനങ്ങൾ സ്വീകരിച്ചു, കഴിച്ചു തുടങ്ങി. പലതരത്തിലുള്ള റിസൾട്ടുകൾ കിട്ടാൻ തുടങ്ങി. അപ്പോഴേക്കും ജനങ്ങൾ കൂടുതൽ അതിലേക്ക് ആകൃഷ്ടരായി. അപ്പോൾ 2015 നമുക്ക് വീണ്ടും ഒരു അവാർഡ് കിട്ടി. അത് GCC ആൻഡ് ഏഷ്യ പസഫിക് കൺട്രീസിൽ നിന്ന്, ദുബായിൽ നിന്ന് ഞങ്ങൾ പോയി ആ അവാർഡ് മേടിച്ചു. അതാണ് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ബ്രാൻഡ്. ഒന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ട്. ആദ്യത്തേത് ഇന്ത്യസ് മോസ്റ്റ് പ്രോമിസിംഗ് ബ്രാൻഡ് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് എന്തായി? വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ബ്രാൻഡിന്റെ അവാർഡ് കിട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബ്രാൻഡ് ന്യൂട്രിചാർജ്. ജസ്റ്റ് ഇമാജിൻ.
അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡ് 2015 നമുക്ക് കിട്ടി. പിന്നെ ഇതെല്ലാം ഒരു വിദേശ അവാർഡുകളാണ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2016 നമുക്ക് കേന്ദ്ര സർക്കാർ ഒരു അവാർഡ് തന്നു. എക്കണോമിക് ടൈംസ് നടത്തിയ ഒരു അവാർഡിൽ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് ഇൻ ഇന്ത്യ, ആരോഗ്യം സംരക്ഷിക്കുന്ന ഏറ്റവും ഉത്തമവും നല്ല ബ്രാൻഡും ന്യൂട്രിചാർജ് ആവണമെന്ന് കേന്ദ്ര സർക്കാർ നമുക്ക് ഈ ഒരു അവാർഡ് തന്നു 2016. ഇത്രയും മനോഹരമായിട്ടുള്ള വളരെ ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ഒരു ഈഗോ ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു അവാർഡ് നമുക്ക് കിട്ടി. ഇത് ന്യൂട്രിചാർജിന് മാത്രം സ്വന്തം, എന്നിട്ട് പോലും നമുക്ക് ഇതിനെ പറ്റി അറിയില്ല. എന്നാൽ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ആൾക്കാരോട് പറയുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഉയരത്തിലേക്ക് എത്താൻ പറ്റുക? ഗോ ആൻഡ് ടെൽ ടു ദിസ്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഇത്രയും വെറൈറ്റി ഓഫ് ന്യൂട്രിചാർജിന്റെ പ്രൊഡക്ട്സുകൾ ഉണ്ട്. ഓക്കെ, 21 പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ. ശരീരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ അവസ്ഥയിലും നമുക്ക് ആവശ്യമുള്ള റൈറ്റ്. അപ്പം ഇനി നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയുന്ന ഒരു കാര്യമാണ്, കണ്ണിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഏത് കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തിൽ അത് കൂടുതലായി മാത്രമേ ഉള്ളൂ. കാരണം എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ടും നമ്മളെ ശരീരത്തിൽ നമ്മളെ കണ്ണിന്റെ അകത്തോട്ടേക്ക് കൂടുതൽ ബ്ലൂ റേസുകൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നത് കൊണ്ടും നമ്മളെ കണ്ണ് പതിയെ അനാരോഗ്യമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. ഇത് ഈ ബ്ലൂ റേസ് ആരുടെയൊക്കെ കണ്ണിന്റെ അകത്തോട്ടേക്ക് കയറുന്നുണ്ടെന്ന് നമ്മൾ നോക്കാം. ഓട്ടെ, സ്റ്റുഡൻസിന്റെ കണ്ണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ലാപ്ടോപ്പിനേക്കാളും ഉപരി മൊബൈൽ ഫോണുകൾ. പിന്നെ പ്രൊഫഷണൽസ്, കാരണം അവരുടെ ജോലി തന്നെ കംപ്ലീറ്റ് ഇതിന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിട്ടാണ്. അപ്പൊ അവർക്ക് സീനിയർ സിറ്റിസൺസ്, കാരണം അവർക്കും അവരുടെ കുടുംബത്തിലെ ആൾക്കാരുമായിട്ട് കൊച്ചുമക്കളുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ അവരും ഇത് യൂസ് ചെയ്യണം. പിന്നെ ഹോം മേക്കേഴ്സ്, ഹൗസ് വൈഫ്, വീട്ടിലേക്കുള്ള അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അവരുടെ സുഹൃത്തുക്കളായിട്ട് അവർക്ക് ചാറ്റൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോ ഏതൊരു ഘട്ടത്തിലും ഏതൊരു അവസ്ഥയിലും ഏത് പ്രായത്തിലും കണ്ണിന്റെ അകത്തോട്ടേക്ക് ഒരു ബ്ലോക്കേജും ഇല്ലാതെ അതിപ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റേ ആണ് ബ്ലൂ റേ. ആ ബ്ലൂ റേ പലതരത്തിലുള്ള കണ്ണിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. കൂടുതൽ നേരം ഇതിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന അനുസരിച്ചിട്ട് കണ്ണിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. നൗ ബ്ലൂ റേസ് പലതര ആംഗിളിൽ നിന്നാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് ഇത് എമിനേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ഉത്ഭവിക്കുന്നുണ്ടെന്ന് അറിയാം. റൈറ്റ്. സൂര്യനിൽ മുതൽ LED ലൈറ്റ് വരെ നമ്മളെ കണ്ണിലേക്ക് ഈ ഹാംഫുൾ ആയിട്ടുള്ള ബ്ലൂ റേസിനെ അടിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ബ്ലൂ റേസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ കണ്ണിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മളെ കണ്ണിനെ വളരെ അധികം പ്രതികൂലമായി അത് ബാധിക്കും. ഇവിടെ നിങ്ങൾ കാണാം, അൾട്രാവയലറ്റ് റേസ് നിങ്ങൾ നോക്കൂ, പലതരത്തിലുള്ള റേസുകൾ കാണിച്ചിട്ടുണ്ട്. 7 നിറങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെ റെയിൻബോ കളർ. 7 വയലറ്റ് തൊട്ട് റെഡ് വരെ, വിബ്ഗ്യോർ. റൈറ്റ്. അതിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയിരിക്കുന്നതാണ് ബ്ലൂ ലൈറ്റ്. അത് മാത്രമല്ല, അത് നമ്മളെ കണ്ണിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് നേരെ പോയിട്ട് ഏറ്റവും അധികം കണ്ണിന് കാഴ്ചശക്തി തരുന്ന റെറ്റിനയിലെ മാക്യുലാർ റീജിയനിൽ പോയിട്ട് പതിക്കും. അപ്പോൾ അവിടെ അത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് നശിപ്പിക്കുന്നത്? കണ്ണിന്റെ കാഴ്ചശക്തിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് വിസിബിൾ ലൈറ്റിൽ കാണുന്ന ഒരു സാധനവും പിന്നീട് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ബ്ലൂ ലൈറ്റ് കൂടുതൽ കണ്ണിലോട്ട് പോകുമ്പോൾ ഇറ്റ് കോസസ് സ്ട്രക്ചറൽ ഡാമേജ് ടു അവർ ഐസ്. കണ്ണിന്റെ സ്ട്രക്ചർ തന്നെ അങ്ങ് മാറിപ്പോകുന്നു. ആൻഡ് വി ലൂസ് ആർ വിഷൻ ഗ്രാജുവലി. പതുക്കെ കാഴ്ചശക്തി കുറഞ്ഞ് ഒരു ഘട്ടം വരും നമ്മൾ കംപ്ലീറ്റ്ലി കണ്ണിന്റെ കാഴ്ചശക്തി ഇല്ലാതെയായി പോകുന്ന ഒരു ഘട്ടം. ഓക്കെ, ലക്ഷണങ്ങൾ ആദ്യം കാണിക്കുക എങ്ങനെയാണ്? നമ്മൾ സാധാരണ നല്ല ക്ലീൻ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന സംഭവം ബ്ലേഡ് ആയിട്ട് കാണാൻ തുടങ്ങും. ആ ബ്ലേഡ് ആയിട്ട് കണ്ടുള്ള സാധനം ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ കണ്ണിനെ ഒന്നങ്ങ് ചുളിക്കും. പിന്നെ ചെറിയ കുട്ടികൾ പോലും ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണട ധരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പ്രായാധിക്യം കൊണ്ടുവരുന്നു. അങ്ങനെ എന്തിനു പറയുന്നു? ഇതൊക്കെ നിങ്ങളുടെ കണ്ണിൽ ബ്ലൂ റേസ് അതിപ്രസരം നിങ്ങളെ ബ്ലൂ റേസ് കൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സംഭവിക്കും. അത് മാത്രമല്ല, തലവേദന ഉണ്ടാവും. നമ്മളെ കണ്ണ് പെട്ടെന്ന് ടയർഡായി പോകും. അപ്പോൾ കണ്ണൊരിക്കലും നിങ്ങൾ റബ്ബ് ചെയ്യരുത്. കാരണം റബ്ബ് ചെയ്താൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അത് മാത്രമല്ല, ഇത് നമ്മളുടെ കണ്ണിനെ വല്ലാതെ അങ്ങ് ഡ്രൈ ആക്കുകയും ചെയ്യും. അപ്പോൾ കണ്ണിന് ഡ്രൈനസ് സംഭവിക്കുന്നതാണ് കൂടുതൽ പ്രശ്നത്തേക്ക് പോകുന്നത്. രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ കണ്ണ് കംപ്ലീറ്റ് പശപശയായി, കണ്ണ് തുറക്കാൻ പറ്റാത്ത, കണ്ണ് ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നതും ഈ ഡ്രൈ ഐസ് ആയി പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, നൗ ല്യൂട്ടിൻ സിയാസാന്തിൻ എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ, ഇറ്റ് ഈസ് എ കീ മാക്യുലാർ കെരാറ്റിനോയിഡ്സ്. അപ്പോൾ വൺ ഡേ വർക്ക്ഷോപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കെരാറ്റിനോയിഡ്സ് എന്ന് പറയുന്ന സംഭവം, ഫൈറ്റോ പോളിഫെനോൾസ് എന്നൊക്കെ പറയുന്ന സാധനം. റൈറ്റ്. അപ്പൊ കെരാറ്റിനോയിഡ്സ് എന്ന ഫൈറ്റോ ന്യൂട്രിയൻസ് ആണ്. ചെടിയിൽ നിന്നെടുത്ത് സത്തുകൾ, ചെടിയിൽ നിന്നെടുത്തുള്ള മനോഹരമായിട്ടുള്ള പോഷക തത്വങ്ങൾ. അപ്പൊ ല്യൂട്ടിൻ നമ്മളെ ശരീരത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങോട്ടേക്കാ പോവുക? അത് പെരിഫറൽ മാക്യുലാർ റീജിയനിലേക്കാ പോവുക. അതുപോലെ പ്രീ സിയാസാന്തിൻ എന്താ ചെയ്യുക? അത് മിഡ് പെരിഫറൽ മാക്യുല. അപ്പൊ
പകുതി അകത്തും പകുതി വെളിയിലുള്ള മാക്യുലാർ റീജിയനിലേക്കാണ് പോവുക. പിന്നെ സിയാസാന്തിൻ എന്ന് പറയുന്നത് ഓർ മീസോ സിയാസാന്തിൻ അത് ആക്ച്വലി സെന്റർ ഓഫ് മാക്യുലയിലേക്കാണ് പോകുക. അപ്പൊ നോക്കൂ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ചിത്രത്തിൽ കാണാം നിങ്ങൾക്ക്, റൈറ്റ്? മാക്യുലാർ റീജിയൻ ഇങ്ങനെയല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ മാക്യുലാർ റീജിയനിൽ പല ഉണ്ട്. ഒന്ന് വെളിയിലെത്തത്, ഒന്ന് മിഡിൽ, ഒന്ന് മിഡിൽ ആൻഡ് സെന്റർ, മിഡിലും അല്ല വെളിയിലും അല്ല, പിന്നെ ഒന്ന് സെന്റർ. ഇങ്ങനെയാണ് നോക്കി, ഇത് ഏറ്റവും വെളിയിലെത്തത്, ഇത് സെന്ററിലെത്തത്, ഇത് രണ്ടിന്റെയും നടക്കരുത്. ഇതിൽ 3 എണ്ണത്തിനും ആവശ്യമുള്ളതാണ് ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ. അപ്പൊ ഏറ്റവും വെളിയില് ല്യൂട്ടിൻ ആണ് നോക്കുക, രണ്ടാമത്തതും മൂന്നാമത്തതും സിയാസാന്തിൻ ആണ് നോക്കുക. അപ്പൊ ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ കൃത്യമായിട്ട് നമ്മള് കണ്ണിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കണ്ണിന് ആരോഗ്യം ഉണ്ടാവൂ. അപ്പോൾ ഈ ബ്ലൂ റേസുകൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിക്ഷേപിക്കപ്പെടുമ്പോൾ നമ്മളുടെ കണ്ണിലേത് ഈ പറഞ്ഞിരിക്കുന്ന ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിന്റെ അളവ് വല്ലാതെയും കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് കണ്ണിന്റെ കാഴ്ചശക്തി ഇല്ലാതെ. അത് ബ്ലൂ റേസ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ പ്രധാനം. അപ്പോ ല്യൂട്ടിൻ റിസർച്ചുകൾ പറയുന്നത് 20 മില്ലിഗ്രാം ഡെയിലി കഴിക്കണം, അതേപോലെ 4 മില്ലിഗ്രാം സിയാസാന്തിൻ ഡെയിലി കഴിക്കണം എന്നാണ് റിസർച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കി, 20 മില്ലിഗ്രാം സിയാസാന്തിൻ കഴിക്കണമെങ്കിൽ 3 മുതൽ 4 കിലോഗ്രാം വരെ ക്യാരറ്റ് കഴിക്കേണ്ടി വരും. 4 മില്ലിഗ്രാം സിയാസാന്തിൻ കഴിക്കണമെങ്കിൽ 111 കപ്പ് ബ്രൊക്കോളി, 5 മക്കാച്ചോളത്തിന്റെ തണ്ട്, മെയ്സ് എന്ന് പറയുന്നത്, 41 ഓറഞ്ച്. ഇത്രയും കഴിച്ചാൽ മാത്രമേ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ കിട്ടത്തുള്ളൂ. ഇത് കഴിക്കാൻ പറ്റത്തുള്ള നമുക്കറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പറയാം, ന്യൂട്രിചാർജ് വ്യൂ കഴിക്കൂ, കണ്ണിന് ആരോഗ്യം നേടും. എ സയന്റിഫിക് സൊല്യൂഷൻ ടു പ്രിവെന്റ് ദ ഡാമേജ് ഓഫ് ഐസ് ആൻഡ് ടു കീപ് ദം ഹെൽത്തി. കാരണം ഇതിന്റെ അകത്ത് 20 മില്ലിഗ്രാം ല്യൂട്ടിൻ, 4 മില്ലിഗ്രാം സിയാസാന്തിൻ, എങ്ങനെയാണോ ദൈവം നമ്മളുടെ കണ്ണിലേക്ക് ഈ ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ നിക്ഷേപിച്ചിരിക്കുന്നത് അതേ റേഷ്യോയിൽ, അതേ അളവ്, അതായത് 5:1 റേഷ്യോയിലാണ് ദൈവം നമ്മളുടെ കണ്ണിലേക്ക് ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ നിക്ഷേപിച്ചിരിക്കുന്നത്. അത് ഓവർ യൂസേജ് കൊണ്ടും ഓവർ ബ്ലൂറേസ് എക്സ്പോസ് കൊണ്ടും പതിയെ തഴഞ്ഞ് ഇല്ലാതെയായി പോകും. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ അതേ അളവിലുള്ളതും അതേ സ്ട്രെങ്തിലുള്ള സാധനം കൊടുക്കണം, എന്നാലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എവിടെയും ചേർത്തിട്ട് ഒരാളോട് ഈ ന്യൂട്രിചാർജ് വ്യൂവിനെ പറ്റി പറയുമ്പോൾ അവർ ഇത് ല്യൂട്ടിൻ സിയാസാന്തിൻ ഞാൻ എടുക്കുന്നുണ്ട് ഭാഷ, അന്നേരം അവരോട് പറയണം 5:1 റേഷ്യോയിൽ എടുക്കുന്നുണ്ടോ, എന്നാൽ മാത്രമേ ഗുണമുണ്ടൂ. അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ബി ഹാവ് എനി ഇഫക്ട് വാട്ട്സ് എവർ. അതിന്റെ കൂടെ ബീറ്റാ കാരോട്ടിൻ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞ പോലെ ല്യൂട്ട്മാക്സ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ അതേ പതിപ്പാണ് ഇത്. ഇന്ത്യയിൽ ബാക്കി ഒരു കമ്പനിക്കും കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം ഈ പേറ്റന്റ് ചെയ്യപ്പെട്ടതാണ്, പ്യൂർലി വെജിറ്റേറിയൻ ആണ്. അതുപോലെ ലോകത്തിലെ ഈ ല്യൂട്ടമാക്സ് 2020 ബ്രാൻഡ് ഈസ് ആബ്സല്യൂട്ട്ലി ക്ലിനിക്കലി പ്രൂവൻ ആൻഡ് ഇറ്റ് ഈസ് വെരി സേഫ് ഫോർ യൂസ്. അതും കൂടിയാണ്. ഓക്കെ, നൗ ഹൂ ഷുഡ് ടേക്ക്, അത് ഹൂ ഷുഡ് ടേക്ക് മാറ്റണം, തെറ്റാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാം നിങ്ങൾക്ക് എങ്ങനെയാണ്. 4 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കഴിക്കാം. 13 വയസ്സിന്റെ മുകളിൽ പിന്നെ എന്തായാലും കഴിക്കാം. അപ്പൊ എങ്ങനെ കഴിക്കാം ഞാൻ പറഞ്ഞുതരാം. 4 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 ദിവസം ഇടവിട്ടിട്ട് 1 ദിവസം കൊടുക്കണം. ഓക്കെ, 1 capsule ആഫ്റ്റർ എവറി 2 days. അതാണ് 13 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കഴിക്കാം. സോ പിക്ചർ ഈസ് വെരി ക്ലിയർ. 4 മുതൽ 13 വയസ്സ് വരെ 2 ദിവസം ഇടവിട്ടിട്ട് 1 ന്യൂട്രിചാർജ് വ്യൂ ക്യാപ്സൂൾ കഴിക്കുക. 13 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ന്യൂട്രിചാർജ് 1 ക്യാപ്സൂൾ കഴിക്കുക. എപ്പോൾ കഴിക്കണം? ഭക്ഷണത്തിന് ശേഷം 1 ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ ഇത് കഴിക്കാം. അത് നിങ്ങൾക്ക് രാവിലെ ആവാം, ഉച്ചക്കാവാം, രാത്രിയാവാം. രാത്രി എന്ന് പറഞ്ഞാൽ കൂടുതൽ ലേറ്റ് ആയിട്ടാണ് ഡിന്നർ കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആദ്യം അത് മാറ്റണം. അത് പറയാം. ഏർലി ഡിന്നർ കഴിക്കുന്നവരോടാണ് ഇത് പറഞ്ഞത്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ്, ന്യൂട്രിചാർജ് വ്യൂ കഴിക്കുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടാൻ പോകുന്നത്? ഇറ്റ് കൺട്രോൾസ് ഡാമേജ് കോസ്റ്റ് ടു ദ ഐസ് ബൈ ബ്ലൂ റേസ്. ബ്ലൂ റേസ് കൊണ്ട് കണ്ണിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിലൊക്കെ കൺട്രോൾ ചെയ്യും. കണ്ണിന്റെ ഡ്രൈനെസ്സിനെ വല്ലാതെ കുറയ്ക്കും. അതാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ വില്ലൻ. ഓക്കെ, പിന്നെ ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ, അതാണ് നമ്മൾ പറയാറ് AMD. പ്രായം കൂടുന്നതനുസരിച്ചിട്ട് നമ്മളുടെ മാക്യുലാർ റീജിയനിൽ വരുന്ന ഡീജനറേഷൻ അതിനെ ഇല്ലാതെയാക്കുന്നു. ഇഫ് യു ടേക്ക് ന്യൂട്രിചാർജ് വ്യൂ ഫോർ എ വെരി ലോങ് ടൈം, കുറച്ച് നീണ്ട കാലാവധിയിലേക്ക് ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചു കഴിഞ്ഞാൽ ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ ഇല്ലാതെയാവും. നെക്സ്റ്റ് ഈസ് റെഡ്യൂസസ് ദ ഹാർംഫുൾ ഇഫക്ട് ഓഫ് ടോക്സിൻസ് ഓൺ ഐസ്. നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്കറിയാം ഓരോ ദിവസവും ടോക്സിൻസ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് പല അവയവങ്ങൾക്കും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാറുണ്ട്, നമുക്കറിയുന്ന ഒരു കാര്യമാണ്, റൈറ്റ്? അപ്പൊ നമ്മൾ എന്താ അറിയേണ്ടത്? യു വാണ്ട് ടു സീ ദാറ്റ് ഇത് ഈ ടോക്സിൻസ് ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു കാരണവശാലും ഒരു ഹാർംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റും ഇത് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ക്യാൻ ഇംപ്രൂവ് വിഷൻ ഇഫ് ടേക്കൺ ഫോർ എ വെരി ലോങ് പീരീഡ് ഓഫ് ടൈം. അതാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നീണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇത് കഴിച്ചുകൊണ്ട് ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളുടെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് വളരെ ഗുണകരമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരും ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചപ്പോഴേക്ക് കണ്ണട മാറ്റിവെച്ചു. കണ്ണട വേണ്ട സാർ എന്ന് പറഞ്ഞു. ചില ആൾക്കാർ കണ്ണ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും വേണ്ട എന്നുള്ള സ്ഥിതിയിലേക്ക് പോയി. ചില ആൾക്കാർക്ക് തിമിരത്തിന്റെ തുടക്കമുണ്ടായിരുന്നു, സാർ ഓപ്പറേഷൻ ആണ് വിധിച്ചത്, അപ്പോൾ ന്യൂട്രിചാർജ് വ്യൂ കഴിക്കാൻ പറഞ്ഞു, അപ്പോഴേക്ക് തിമിരം മാറി. അപ്പൊ ഇതെല്ലാം വലിയ റിസർച്ചുകൾ കൊണ്ട് നടന്നിരിക്കുന്ന റിസൾട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ന്യൂട്രിചാർജ് വ്യൂ ഇങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
സോ ടു ബി ടേക്കൺ ടിൽ ദ ടൈം യു വാണ്ട് ടു കീപ് യുവർ വിഷൻ ഇൻടാക്ട്. എത്ര കാലം കഴിക്കണം ഒരാൾ ചോദിക്കും. നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചക്ക് എത്ര കാലം വരെ വേണോ നിങ്ങൾക്ക് അത്രയും കാലം കഴിക്കുക. അത്രയും വെരി സിമ്പിൾ. ഓക്കെ, ഇനി അടുത്തലേക്ക് പോകാം, അടുത്ത പ്രോഡക്റ്റിലേക്ക്. ഇതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു എലിമെന്റ് ആണ് നമുക്കറിയാം, ന്യൂട്രിയന്റ് ആണ് നമുക്കറിയാം, അതാണ് omega-3, റൈറ്റ്? അത് നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷികമാണ്, അത്യന്തം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പരിതാപകരം എന്ന് പറഞ്ഞിട്ട് അത് ശരീരം ഉത്പാദിപ്പിക്കാറില്ല. കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കിട്ടുന്നത് വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആണെങ്കിൽ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതൊരു മിറാക്കുലസ് എലിമെന്റ് ആയത്? ഇത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥ ഏതെങ്കിലും നല്ലതായാലും ശരി, അതായത് നിങ്ങൾ മഹാരോഗിയായാലും ശരി, നിങ്ങൾ രോഗിയല്ലാന്നെങ്കിലും ശരി, നിങ്ങൾ ഇത് കഴിക്കണം. അതേപോലെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നിങ്ങൾ ഇത് ആവശ്യം. 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാവരും ഇത് കഴിക്കണം. അപ്പൊ 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാവിധ വ്യക്തികൾക്കും ഏതൊരു ഘട്ടത്തിലും ആവശ്യമാണ്. സോ ഈ മിറാക്കുലസ് ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ന്യൂട്രിയൻറ്റ് എന്ന് പറയുന്ന omega-3 നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കണം. സോ യു നീഡ് ടു ടേക്ക് ഇറ്റ് ഓൺ ഡെയിലി ബേസ്, എവറി ടൈം. ഇത് കഴിച്ചാലുള്ള ഗുണം എന്താണ്? ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നന്നാകും. പുതിയ പഠനം പറയുന്നത് ന്യൂട്രിചാർജ് വെജ് ഒമേഗ, അതായത് ഈ omega-3 2 ഗുളിക ക്യാപ്സ്യൂൾസ് ഒരു ദിവസം കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തില് ഹൃദയത്തിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ 50% താഴേക്ക് കൊണ്ടുവരുന്നതാണ്. കീപ്സ് ദ ഹാർട്ട് ഹെൽത്തി. അങ്ങനെയാകുമ്പോൾ ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കും. കീപ്സ് ദ ജോയിന്റ്സ് ഹെൽത്തി. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ജോയിന്റ് സന്ധികളും അത് വളരെയധികം ഹെൽത്തിയാക്കി വെക്കും. പിന്നെ അബ്നോർമൽ ഷുഗർ ലെവൽ, അതായത് അബ്നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ പോയിട്ടുണ്ടെങ്കിൽ അതിനെ നോർമൽസിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. നിങ്ങളുടെ സ്കിന്നിനെ വളരെ സോഫ്റ്റ്, സപ്പിൾ ആൻഡ് ആരോഗ്യപരമായിട്ടുള്ളതാകും, ചുളിവുകൾ ഇല്ലാതെയാക്കി മാറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ രക്തധമനിയിൽ കാണാൻ പോകുന്ന ഫാറ്റ് ഡിപ്പോസിഷൻ ഇല്ലാതെയാക്കും. ഈ ഫാറ്റ് ഡിപ്പോസിഷൻ ആണ് ട്രൈഗ്ലിസറൈഡ്സും ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത്. അതിനെയൊക്കെ ഇല്ലാതെയാക്കുന്നു. അപ്പോൾ ട്രൈഗ്ലിസറൈഡിന്റെ ബ്ലോക്കേജ്, അതിന്റെ ആ ഡിപ്പോസിഷൻ ഇല്ലാതെയാക്കുമ്പോൾ നിങ്ങളുടെ രക്തധമനി വളരെയധികം ഫ്ലെക്സിബിൾ ആകുന്നു. വളരെയധികം ഫ്ലെക്സിബിൾ ആകുമ്പോൾ അവിടെ നീർക്കെട്ട് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ രക്തത്തിന്റെ ആ ഒരു ഒഴുക്ക് വളരെ സുഗമമായിട്ട് നടക്കും. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള യാതൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ട്രൈഗ്ലിസറൈഡ് മാത്രമല്ല കുറയ്ക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളുകളെയും അത് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ LDL ചീത്ത കൊളസ്ട്രോൾ കുറയുന്നു, അതുപോലെ HDL നല്ല കൊളസ്ട്രോൾ കൂടുന്നു എന്ന്. അതിന്റെ കൂടെ ഒരു വെജ് ഒമേഗയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ റിസൾട്ട് എത്ര മടങ്ങ് കൂടുതൽ കിട്ടും, റൈറ്റ്? അതുപോലെ തന്നെ പ്രായാധിക്യം പോകുന്ന ശരീരത്തിന് മസിൽസ് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹൃദയത്തിന് മസിൽ കൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോ ആ ഹൃദയത്തിന്റെ മസിൽസും വീക്കാവും. ഹൃദയത്തിന്റെ മസിൽസും വീക്കാവുമ്പോൾ നിങ്ങളുടെ ഹൃദയം വളരെ വീക്കായി തുടങ്ങും. അപ്പൊ പ്രായാധിക്യം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഹൃദയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയൊക്കെ അത് ചെറുക്കും, പിടിച്ചു നിർത്തും. അത് മാത്രമല്ല, എല്ലിന്റെ തേയ്മാനം വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. 21, 22, 25 വയസ്സെല്ലാം അപ്പോഴേക്കും അതിനെ പിടിച്ചു നിർത്താൻ, എല്ലുകളിൽ ദ്വാരങ്ങൾ സംഭവിക്കാതിരിക്കാൻ, അതായത് ഓസ്റ്റിയോപൊറോട്ടിക് ആവാതിരിക്കാൻ. ഓസ്റ്റിയോ മീൻസ് എല്ല്, പൊറോട്ടിക് മീൻസ് ദ്വാരം. നോക്കി 2 എല്ലിന്റെ ചിത്രം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് വലിയ വലിയ ദ്വാരങ്ങളായിട്ട് വളരെ വീക്കായി പോയിരിക്കുന്നു. അതുകൊണ്ട് ചെറിയൊരു തട്ട് കിട്ടിയാൽ, ചെറിയൊരു വീഴ്ച വീണാൽ മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആവാനുള്ള സാധ്യത വളരെ കൂടുന്നു. അതുകൊണ്ടാണ് പ്രായാധിക്യമായ ആൾക്കാരോട് ഒറ്റയ്ക്ക് പോകരുത്, ഒറ്റയ്ക്ക് നടക്കരുത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ന്യൂട്രിചാർജിന്റെ വെജ് ഒമേഗ അല്ലെങ്കിൽ omega-3 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. പിന്നീട് നിങ്ങളുടെ ജോയിന്റ്സുകളിലുള്ള ഫ്ലെക്സിബിലിറ്റി, അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ വളരെ സുഗമമാക്കും. ശരീരത്തിലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കും, ചുളിവുകൾ ഇല്ലാതെയാക്കും, ചർമ്മം വളരെ പ്രായം തോന്നിക്കാത്ത രൂപത്തിലേക്കുള്ള രൂപാന്തരപ്പെടും. അത് മാത്രമല്ല, പുതിയ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അനുഭവിക്കുന്ന ഡിപ്രഷൻ കൂടും, അത് കുറയ്ക്കും. പിന്നെ ഇതിന് മിറാക്കുലസ് അല്ല, അത്ഭുതകരമായിട്ടുള്ള എലിമെന്റ് എന്നല്ലാതെ പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക, റൈറ്റ്? അപ്പോ ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് omega-3, മാർക്കറ്റിൽ ഉള്ള omega-3യിലെ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ന്യൂട്രിചാർജ് വെജ് ഒമേഗയാണ്. അതാദ്യം മനസ്സിലാക്കുന്നത്. ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഈസ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് omega-3 വിച്ച് ഈസ് ദെയർ ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ്. ഒരു ക്യാപ്സൂൾ ഡെയിലി കഴിക്കുക. അത് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ഒരു ക്യാപ്സൂൾ ഒന്നും പറയാനില്ല ഞാൻ, കാരണം ആദ്യമായിട്ട് കഴിക്കുന്നവർ 2 ക്യാപ്സൂൾ എങ്കിലും മിനിമം കഴിച്ചിരിക്കണം. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ശേഷവും ഒന്ന് ഡിന്നറിന് ശേഷവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുള്ള ഒരു വ്യക്തിയാണ്, ഹൃദയ സംബന്ധമായിട്ട് പ്രശ്നമുണ്ട്, രക്തധമനികളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലെങ്കിൽ വളരെയധികം തടിച്ച ഒരു ശരീര പ്രകൃതിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കുറച്ച് മാസം 3 ക്യാപ്സൂൾ കഴിക്കണം. കഴിക്കേണ്ടതൊക്കെ തന്നെ ഭക്ഷണത്തിന് ശേഷമാണ്. 14 വയസ്സല്ല, 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാവർക്കും ഇത് കഴിക്കണം. കുറെ നീണ്ട കാലഘട്ടം ഇത് കഴിക്കണം. ഓക്കെ. പിന്നെ ഈ ന്യൂട്രിചാർജ് വെജ് ഒമേഗ പോലത്തെ ഒരു omega-3യും ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി ആർക്കും ഇറക്കാൻ പറ്റത്തില്ല, കാരണം ഇറ്റ് ഈസ് എ പേറ്റന്റ് ടെക്നോളജി. വെളിയിൽ നിന്നും വെജിറ്റേറിയൻ ആണ്, അകത്തു നിന്നും വെജിറ്റേറിയൻ ആണ്, 100% വെജിറ്റേറിയൻ ആണ്. ടോട്ടാലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 420 മില്ലിഗ്രാം ഓഫ് ഒമേഗ ഫാറ്റി ആസിഡ്സ് ഇതിലുണ്ട്. അതിൽ 250 മില്ലിഗ്രാം പ്യോർ omega-3 മാത്രമാണ്. കാരണം നമുക്കറിയാം omega ഫാറ്റി ആസിഡ്സ് 3 തരം, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ, അപ്പൊ നമുക്ക് ആ പ്രൊഡക്റ്റ് വിശദീകരിച്ചെടുക്കുമ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കുക. റൈറ്റ്, നെക്സ്റ്റ് ഈസ് നമ്മൾ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇതൊരു അത്യാവശ്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇതും കൂടി ഇവിടെ ചേർക്കാന്ന് ഞാൻ വിചാരിച്ചു. സി, ദോസ് ഹു വാണ്ട് ദെയർ ചിൽഡ്രൻ ടു ബി ഇന്റലിജന്റ്, നിങ്ങളെ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, ജനിച്ച കുട്ടികൾ, അവർ കൂടുതൽ ബുദ്ധിശാലിയാവണം, കൂടുതൽ എനർജറ്റിക് ആവണം, കൂടുതൽ എനർജി ലെവൽ ഉള്ളവരാവണം. അവർ പഠിക്കുന്ന കാര്യങ്ങൾ അവർ ആസ്വദിച്ച് പഠിക്കണം, ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യണം. അങ്ങനത്തെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കുട്ടിക്ക് വളരെയധികം ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടി, ഇന്റലിജന്റ് കുട്ടിയായിരിക്കണം. അങ്ങനെ വേണമെങ്കിൽ അവരെ തലച്ചോറിന് വേണ്ട ന്യൂട്രിയന്റ് സപ്ലിമെന്റ്സ് കൊടുക്കണം. പോഷകം, തലച്ചോറിന് ആവശ്യമുള്ള പോഷകം കൊടുക്കണം. ഓക്കെ, അതിനാണ് നമ്മൾ ന്യൂട്രിചാർജ് DHA കൊടുക്കുന്നത്. ഓക്കെ, കുട്ടികൾക്ക് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ്, 10 വയസ്സിന്റെ മുകളിൽ ഉള്ള ആൾക്കാർക്ക് ന്യൂട്രിചാർജ് DHA 200. ഇതും 100% വെജിറ്റേറിയൻ ആണ്. ഓക്കെ, അത് വെജിറ്റേറിയൻ സോഴ്സ് ആണ്. ആൽഗെ, കടലിന്റെ അടിത്തട്ടിൽ കാണുന്ന ഒരു തരം പായലിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ പായലിൽ ആണ് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സൂൾ ഷെൽ, കെരാഗിനാൻ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ചെടിയുടെ വേറെ സിസ്റ്റം. അപ്പൊ ആൽഗയാണ് DHA തരുന്നത്, അതുപോലെ കെരാഗിനാനാണ് ക്യാപ്സൂൾ തരുന്നത്. ഓക്കെ, ഇത് കഴിക്കുമ്പോൾ ഇറ്റ് ഡെവലപ്സ് ദ ബ്രെയിൻ. കാരണം ഡെവലപ്മെന്റ് ഓഫ് ദ ബ്രെയിൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. എന്തൊരു സാധനം നല്ല കിടന്നാൽ ഡെവലപ്പ് ആണോ? അപ്പോൾ ബ്രെയിൻ ഡെവലപ്മെന്റ് 3 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ DHA ഡെവലപ്സ് ദ ബ്രെയിൻ, DHA ആക്ടിവേറ്റ്സ് ദ ബ്രെയിൻ ആൻഡ് DHA മെയിൻറ്റെയിൻസ് ദ ബ്രെയിൻ. അപ്പൊ ഇത് 3ഉം ഇല്ലാത്ത ഒരു വ്യക്തി ഭൂമിയിൽ ഉണ്ടാവില്ല. ഒന്ന്, ചെറിയ കുട്ടിയാണെങ്കിൽ ബ്രെയിൻ ഡെവലപ്പ് ആവണം, അപ്പൊ ആ കുട്ടി കൊടുക്കണം. പിന്നെ ഡെവലപ്പ് ആയി കഴിഞ്ഞു, കുട്ടി വളർന്നു തുടങ്ങുമ്പോൾ ആ ഡെവലപ്പ് ആയിട്ടുള്ള ബ്രെയിൻ ആക്ടിവേറ്റ് ആവണം, എന്നാലും ശരിക്കും പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ആക്ടിവേറ്റ് ആയ ബ്രെയിനിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണല്ലോ നമ്മളെ പോലത്തെ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് ദിസ്. ഇത് 3ഉം DHA ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് ഭൂമിയിൽ ജീവനോടെ ഉള്ള വ്യക്തികൾ എന്തായാലും കഴിക്കണം എന്നുള്ള ഗ്യാരണ്ടി. പക്ഷെ ഡെവലപ്മെന്റ് ഓഫ് ദ ബ്രെയിൻ 70% ശരീരം അമ്മയുടെ വയറ്റിൽ നടക്കുന്നതുകൊണ്ട് ആ സമയം മുതൽ കൊടുക്കണം. അപ്പൊ ഭൂമിയിൽ വരുന്നതിന്റെ മുമ്പേ തന്നെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് കൊടുക്കണം. അപ്പൊ 70% അമ്മയുടെ വയറ്റിലും, പിന്നെ ജനിച്ചു കഴിഞ്ഞിട്ട് 2 വയസ്സ് പ്രായം എത്തുമ്പോഴേക്കും അടുത്ത 15% ബ്രെയിൻ ഡെവലപ്മെന്റ്. അപ്പോൾ 85% ബ്രെയിൻ ഡെവലപ്മെന്റ് ആദ്യത്തെ ആ ഒരു അമ്മയുടെ വയറ്റിൽ ഉത്ഭവിച്ച സമയം മുതൽ ജനിച്ചിട്ട് 2 വയസ്സാകുന്നത് വരെ 85% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് കൂടുതൽ DHA നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടത്. എന്നാലേ ശരിയായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അമ്മയുടെ വയറ്റിലേക്ക് ഇത് അമ്മക്ക് കൊടുത്താൽ മാത്രമല്ലേ കുട്ടി കിട്ടുള്ളൂ, അമ്മയുടെ വയറ്റിലുള്ള കുട്ടി. സോ യു നീഡ് ടു ഗീവ് ഇറ്റ് ടു ദ പ്രഗ്നന്റ് ലേഡീസ്. ആ പ്രഗ്നന്റ് ലേഡീസിന് ആ ഡെയിലി റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ DHA 200 അല്ല, DHA 400 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? DHA 200 2 നേരം കൊടുക്കണം. ഈ 2 നേരം ഒരു നിശ്ചിത സമയത്ത് തന്നെ കൊടുക്കണം, ഭക്ഷണത്തിന്റെ ശേഷം കൊടുക്കണം. ഓക്കെ, എന്നാലോ ഏത് കാലം വിട്ട് കൊടുക്കണം? ആദ്യത്തെ കൺസെപ്റ്റ് അത് നിങ്ങൾ മനസ്സിൽ ആ ഒരു കുട്ടി വേണമെന്ന് ചിന്തിച്ച ആ സമയം മുതൽ പ്രസവിച്ചു കഴിഞ്ഞ് മുലയൂട്ടൽ നിർത്തുന്ന കാലഘട്ടം വരെ ഈ ലേഡി ന്യൂട്രിചാർജ് DHA 400 mg കഴിക്കണം. അതായത് 200 mg 2 നേരം വെച്ച് കഴിക്കണം. ഓക്കെ, ബെനിഫിറ്റ് ഓഫ് DHA എന്നതാണ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ബേബി ഇൻ ദ വൂം ഈസ് ഓപ്റ്റിമൽ. അതായത് അമ്മയുടെ വയറ്റിൽ തന്നെ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ആയതിനു ശേഷം മാത്രമേ ആ കുട്ടി വെളിയിലോട്ടേക്ക് വരത്തുള്ളൂ. ദ ചൈൽഡ് ഈസ് ബോൺ ഓൺലി ആഫ്റ്റർ ഫുൾ ടേം ഓഫ് പ്രഗ്നൻസി. ഫുൾ ടേം ആയതിനു ശേഷം മാത്രമേ കുട്ടി പ്രസവിക്കത്തുള്ളൂ. അല്ലാതെ പ്രിമച്വർ ബർത്തോ അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രസവം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൂന്നാമത്തത്, ദ ചൈൽഡ് ഈസ് ബോൺ വിത്ത് റൈറ്റ് വെയിറ്റ്. ശരിയായ തൂക്കമുള്ള ഒരു കുട്ടിയായിരിക്കും. അപ്പൊ നോക്കിയേ, കുട്ടീന്റെ അമ്മയുടെയും കാര്യം വളരെ സുതാര്യമായി ഇവിടെ. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ പ്രസവിക്കുന്ന അമ്മയ്ക്ക് നല്ല എമൗണ്ട് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുട്ടിക്ക് ഒത്തിരി കാലം മുലയൂട്ടാൻ പറ്റും എന്നുള്ള മഹാസൗഭാഗ്യവും മഹാഭാഗ്യവും ഈ അമ്മക്കുണ്ടാവും. അതാണ് DHA ചെയ്യുന്ന ബെനിഫിറ്റ്. നിങ്ങൾ DHA കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ബ്രെയിനിൽ നിന്ന് ഈ കുട്ടി DHA വലിച്ചെടുക്കും. അതുകൊണ്ട് അതിൻ്റെതായ ദോഷം നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ DHA കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ പുതിയ പഠനം പറഞ്ഞത്, DHA കൂടുതലും ലേഡീസ്, ഫീമെയിൽസ് പുരുഷനേക്കാളും കൂടുതൽ കഴിക്കേണ്ടത് അവരാണ്. അപ്പോ മേക്ക് ദാറ്റ് കൺസെപ്റ്റ് വെരി 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 ക്ലിയർ. ഓക്കെ, പിന്നെ പ്രസവം നടക്കുന്നത് ഏകദേശം ഒരു 90 to 95% നാച്ചുറൽ ബർത്ത് ആയിരിക്കും. പിന്നെ 5% മാറ്റി വെച്ചത് വിച്ച് ഇസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. ഓക്കെ, നൗ ഇത് കുട്ടികൾ കൊടുക്കേണ്ടത് ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ്. ഇതെന്താ ചെയ്യേണ്ടത് നോക്കി, ആ ചിത്രത്തിൽ കാണിച്ച പോലെ അതിന്റെ അകത്തുനിന്ന് ഇതൊരു ചൈൽഡ് ലോക്ക് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ആ ക്യാപ്സൂൾ അങ്ങനെ ഉണ്ടാവുക, നിങ്ങൾക്ക് കാണാൻ ഒരു മീനിന്റെ ഷേപ്പ് പോലെ. അത് കയ്യിലെടുക്കുക, എന്നിട്ട് തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ ആ വലിയ ഭാഗത്താണ് DHA ഉള്ളത്. അത് കുട്ടിക്ക് കൊടുക്കുന്ന ബാഹ്യാരത്തിൽ പിഴിയുക, അല്ലെങ്കിൽ ന്യൂട്രിചാർജ് കിഡ്സിന്റെ അത് പിഴിയുക. 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ക്യാപ്സൂൾ കൊടുക്കണം, അതായത് 50 mg DHA. പിന്നെ 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 ക്യാപ്സൂൾ കൊടുക്കണം. 6 വയസ്സ് മുതൽ 12 അവിടെ കാണിച്ചതെങ്കിലും 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 3 ക്യാപ്സൂൾ കൊടുക്കണം. ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്.
അത് ന്യൂട്രിചാർജ് കിഡ്സിലോ അല്ലെങ്കിൽ ബാഹ്യ ആഹാരത്തിലോ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. 10 വയസ്സിന്റെ മുകളിലാണെങ്കിൽ ഡെയിലി ഒരു ന്യൂട്രിചാർജ് DHA 200 കൊടുത്താൽ മതി. ഓക്കെ, ഇറ്റ് വിൽ ഗിവ് യു ഫാന്റാസ്റ്റിക് റിസൾട്ട്. ഓക്കെ, എന്താ കാരണം? ഇത് ചെറിയ കുട്ടികളുടെ കാര്യം കഴിഞ്ഞു. പ്രായം കൂടുതൽ വരുന്ന ആൾക്കാർക്ക് ഇത് കൊടുത്താൽ എന്താ ഉണ്ടാവുക? ഫോർ ബെറ്റർ മെന്റൽ സ്റ്റെബിലിറ്റി ഓഫ് ഓൾഡ് പീപ്പിൾ. പ്രായാധിക്യമാകുമ്പോൾ, പ്രായം കൂടുമ്പോൾ അവരെ ആ മാനസികാവസ്ഥ ഒന്ന് മാറും അല്ലെ? ഇന്ന് പറയുന്നല്ല നാളെ പറയാം. അത് മാത്രമല്ല, ഒരു ലിങ്കും കണക്ഷൻ ഇല്ലാത്ത പോലെയൊക്കെ സംസാരിക്കും. അതിന് DHA 200 വളരെയധികം സഹായിക്കും. അവരെ ആരോഗ്യത്തിൽ തിരിച്ചുകൊണ്ടുവരും. കുട്ടികളാണെങ്കിൽ ഫോർ ബെറ്റർ മെമ്മറി ആൻഡ് പവർ ടു ദി സ്റ്റുഡൻസ്. പിന്നെ അതുപോലെ നമ്മളെ തലച്ചോറില് മെമ്മറി മാത്രമല്ല, നമ്മളൊരു കാര്യം ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷ്മയോടെ കാത്തു സൂക്ഷിക്കാനും പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ അവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. റൈറ്റ്. പിന്നെ പ്രായാധിക്യം വന്നുകൊണ്ട് മറവി രോഗത്തിലേക്ക് പോകുന്ന അൾഷിമേഴ്സ്, ഡിമൻഷ്യ, അങ്ങനത്തെ മാരക രോഗങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ടു പോകുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഇത് ഇപ്പോഴേ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയേ ഉണ്ടാവില്ല. റൈറ്റ്. അത് മാത്രമല്ല, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾ ജനിക്കുന്ന നമുക്ക് കാണാം ബുദ്ധി വൈകല്യം ഉണ്ടാവും. അതൊന്നുമില്ലാത്ത ഒരു നല്ല ആരോഗ്യപരമായിട്ടുള്ള പുതു ജനറേഷനെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ന്യൂട്രിചാർജ് DHA 200 ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് നിങ്ങൾ മറക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ അടുത്ത പ്രോഡക്റ്റ് ആണ് നമ്മളെ മുഖത്ത് കാണപ്പെടുന്ന പിമ്പിൾസ്. അത് ചില ആൾ പൊട്ടിക്കും, അത് പിന്നെ അത് ബ്ലിസ്റ്റേഴ്സ് ആയി മാറും. പിന്നെ ചില നിറങ്ങൾ മറിഞ്ഞുകൊണ്ടിരിക്കും. പിഗ്മെന്റേഷൻ ഹാപ്പൻസ് ഇൻ യുവർ ബോഡി. പിന്നെ മുഖത്തും അവിടെ കാണും. പിന്നെ എക്സീമ, ചർമ്മങ്ങൾ ഉണങ്ങി ഡ്രൈ ആയിട്ട് അതിങ്ങനെ ചൊറിയുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകും. അതിന്റെ ഉൾഭാഗം ഇങ്ങനെ ചുവന്ന നിറത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. വല്ലാത്തൊരു ചൊറിച്ചിൽ അനുഭവപ്പെടും. അതുപോലെ വല്ലാതെ ലോ ഇമ്മ്യൂണിറ്റി ആണ്, എസിഡിറ്റി പ്രോബ്ലം കൂടുതലുണ്ട്. പിന്നെ സോറിയാസിസ്, വട്ടച്ചൊറികൾ, വളരെയധികം മാറാത്ത ചൊറികൾ, ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു ഉത്തമമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S5. ഇവിടെ ചർമ്മത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളെങ്കിലും ഇത് രോഗപ്രതിരോധ ശക്തി നിങ്ങൾ ന്യൂട്രിചാർജ് പ്രോട്ടീൻ കഴിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S5. അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കി കംപ്ലീറ്റ് ഹെർബൽ ആണ്. 5 പവർഫുൾ ഹെർബ്സിന്റെ ഒരു കൂട്ടാണ്. അതങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മുക്തി നൽകുന്നു. ഒരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ്. മരണമൊഴികെ ബാക്കി എല്ലാത്തിൽ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ്. അതിൽ ബ്ലാക്ക് സീഡ് 200 മില്ലിഗ്രാം, തുളസി ബ്ലെൻഡ് 150 മില്ലിഗ്രാം, 3 തരം തുളസിയാണ്, വേപ്പ് 100 മില്ലിഗ്രാം, അലോവേര, കറ്റാർവാര 25 മില്ലിഗ്രാം, പുതിന 10 മില്ലിഗ്രാം. ഇതാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ്. ഇത് കഴിക്കുമ്പോൾ നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി കൂടുന്നു. പലതരത്തിലുള്ള വൈറസിനെ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തോട്ടേക്ക് വരാൻ സമ്മതിക്കത്തില്ല. അതേപോലെ തന്നെ ഓരോ സെൽസിലേക്കും വൈറൽ ലോഡ് കൂട്ടത്തില്ല. അത് മാത്രമല്ല, വരുന്ന വൈറസിന്റെ വകഭേദം വരാൻ ഇത് സമ്മതിക്കത്തില്ല. അപ്പോൾ ആ റെപ്ലിക്കേഷൻ നടത്താതെ നമ്മളെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് സൂക്ഷിച്ചു വെക്കാൻ ഈ ഒരു ന്യൂട്രിചാർജ് S5 എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് അത്രയധികം ശക്തി ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് ഒറ്റമൂലി ഏതൊരു അസുഖത്തിനും ഉള്ള ഒരു സപ്ലിമെന്റ് എന്ന് പറയാം. ദാറ്റ്സ് ദ റീസൺ വൈ വി കോൾ ഇറ്റ് ആസ് ഇറ്റ് ഈസ് പനേഷ്യ. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ കഴിക്കുമ്പോൾ ഞാനിപ്പോ ചർമ്മ സംബന്ധമായിട്ടും പല കാര്യങ്ങളും പറഞ്ഞു. അതിന്റെ കൂടെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നിങ്ങളുടെ ശരീരത്തിന്റെ വെളിയിലോ അല്ലെ ശരീരത്തിന്റെ അകത്തോ എവിടെയെങ്കിലും നീർക്കെട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ നീർക്കെട്ട് ഇല്ലാതെയാക്കാൻ വളരെയധികം സഹായം ന്യൂട്രിചാർജ് S5 ചെയ്യും. കാരണം നീർക്കെട്ടുകളാണ് മാരക രോഗങ്ങൾക്ക് വഴി ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങളുടെ രക്തത്തിനെ ശുദ്ധീകരിക്കും. അപ്പൊ രക്തസംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇല്ലാതെയാവും. രക്തത്തിൽ പ്യൂരിഫിക്കേഷൻ കുറവാണെങ്കിൽ പല രോഗങ്ങൾ വരും, അതൊക്കെ ഇല്ലാതെയാകും. ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ഇത് കാണിക്കും. ഇമ്മ്യൂണിറ്റി പവർ ഗണ്യമായിട്ട് കൂട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. ഓക്കെ. പിന്നെ നിങ്ങളുടെ ചർമ്മത്തിന് വളരെയധികം തിളക്കമുള്ളതും അത് വെളിയിൽ നിന്ന് മാത്രമല്ല അകത്തു നിന്നും അതുപോലെ തന്നെയാകും. അതുപോലെ പലതരത്തിലുള്ള വൈറൽ ഫീവറിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തും. നിങ്ങൾക്ക് അഥവാ വൈറൽ ഫീവർ അടിച്ചാൽ തന്നെ നിങ്ങൾ ന്യൂട്രിചാർജ് S5 കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ആൻഡ് യു കൻ കം ബാക്ക് ടു ലൈഫ് വെരി ഫാസ്റ്റ്. ഇത് വളരെയധികം സയന്റിഫിക് ആൻഡ് റിസർച്ച് ഫോർമുല കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന ഈ 5 ഔഷധ സസ്യങ്ങളും ശരിയായ പ്രൊപ്പോർഷനിലാണ് ചേർത്തിരിക്കുന്നത്. കാരണം ഈ 5 ഔഷധ സസ്യങ്ങൾ നമുക്ക് നമ്മളെ മുറ്റത്തോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റോ കിട്ടാനുണ്ട്. സാർ അതൊക്കെ മേടിച്ച് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ ഇൻഗ്രീഡിയന്റ് എത്ര വേണം, അതിന്റെ പ്രൊപ്പോർഷൻ എത്ര വേണം, അതിന്റെ കോൺസെൻട്രേഷൻ എത്ര വേണം, ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഗ്രീഡിയൻസിനൊക്കെ നമ്മൾ സയന്റിഫിക് റിസർച്ച് ഫോർമുലയിൽ കൂടിയാണ് ശരിയായ പ്രൊപ്പോർഷൻ ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നത്? ഇത് ഡൈജഷൻ സുഗമമാക്കുന്നു, കിഡ്നിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു, കരളിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു, ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു, ജോയിന്റ്സിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു, എല്ലിന്റെ ആരോഗ്യം കാത്ത് സൂക്ഷിക്കുന്നു. അപ്പൊ മൊത്തം ശരീരത്തിനെ വളരെ ആരോഗ്യപരമായിട്ട് ബലവത്തായി പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു ഒന്നൊന്നര പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S5. ശരീരത്തിന്റെ അകത്തും ശരീരത്തിന്റെ വെളിയിലും ചർമ്മ സംബന്ധമായിട്ടുള്ള ഏതൊരു പ്രശ്നം ചുരുക്കത്തിൽ ഒരൊറ്റ മരുന്ന് മതി. അതായത് ഒരൊറ്റ ഈ ഗുളിക മതി, മരുന്നല്ലല്ലോ, ന്യൂട്രീഷൻ മതി.
നിങ്ങൾക്ക് ഒരു മരുന്നും കഴിക്കാതെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ. റൈറ്റ്? സോ 1 capsule ഡെയിലി ഈസ് ഇനഫ്. അത് ഭക്ഷണം കഴിച്ച് ഉടനെ നിങ്ങൾക്ക് കഴിക്കാം. 14 വയസ്സിന്റെ മുകളിലുള്ള ആർക്ക് വേണമെങ്കിൽ കഴിക്കാം. ഓക്കെ. പക്ഷെ കഴിക്കാൻ പാടില്ലാത്ത ചില കാറ്റഗറി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, 14 വയസ്സിന്റെ താഴെ കഴിക്കേണ്ട. ഇനിയിപ്പോ വല്ലാതെ ഇങ്ങനത്തെ വൈറൽ ഫീവറൊക്കെ അടിച്ച് ഒരു രക്ഷയും കാണുന്നില്ല കുട്ടിക്ക്. അപ്പോ അവിടെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിക്കാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് 10 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർക്ക് ഒരു 4-5 ദിവസം ഇത് കൊടുത്തിട്ട് നിർത്തിയേക്കാം. റൈറ്റ്? പിന്നെ 14 വയസ്സിന് താഴെ കൊടുക്കരുത്. പിന്നീടുള്ളത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് കൊടുക്കരുത്, മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ ദമ്പതികൾ പ്ലാൻ ചെയ്യാൻ ഒരു കുട്ടി വേണം, ആ 2 ദമ്പതികളും കഴിക്കണം. പക്ഷെ ഇത് കഴിക്കുന്നയാൾ നല്ലോണം വെള്ളം കുടിക്കണം. വളരെ സിവിയർ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരു ദിവസം 2 നേരം കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷവും ഉച്ചക്ക് ലഞ്ചിന് ശേഷവും. 1 മാസം വരെ അങ്ങനെ പോയാൽ മതി. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ക്യാപ്സൂൾ കഴിച്ചാൽ മതി. പക്ഷെ കഴിക്കുന്നത് ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമോ അല്ലെങ്കിൽ ലഞ്ചിന് ശേഷമോ കഴിക്കാൻ പാടും. രാത്രി ഡിന്നറിന് ശേഷം കഴിക്കരുത്. കാരണം ശരീരം വല്ലാതെ ഹീറ്റ് ആവും, നിങ്ങൾക്ക് അത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. റൈറ്റ്? അപ്പൊ രാത്രി ആരും ന്യൂട്രിചാർജ് എക്സ്ട്രയിൽ കഴിക്കണം. റൈറ്റ്? കോമ്പറ്റീഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ദോസ് ഹു ഫീൽ ഫറ്റീഗ് ഇൻ ഓഫീസ്. ഇപ്പൊ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓഫീസ് സംബന്ധമായിട്ട് മാത്രമല്ല, വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് വല്ലാതെ ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ വണ്ടിയൊന്നും നിങ്ങൾക്ക് ഓടിക്കാൻ വല്ലാതെ ഒരു എനർജി ലെവൽ കിട്ടുന്നില്ല, ലോങ് ഡ്രൈവ് ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനത്തെ സമയത്ത് വ്യക്തിത്വങ്ങൾ ചെയ്യുന്ന ഒരു പണിയാണ്. ഒത്തിരി ചായ കുടിക്കും. സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ വണ്ടി നിർത്തി വെളിയിലോട്ട് പോയി സിഗരറ്റ് വലിച്ചു വരും. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ചായയും കാപ്പിയും കുറെ കഴിക്കുന്നുണ്ട്, ഇങ്ങനെ കുറെ സിഗരറ്റും ബീഡിയും വലിക്കുന്നതുകൊണ്ട് എനിക്ക് എനർജി ലെവൽ പെട്ടെന്ന് കൂടും. അത് നൈമിഷികമായിട്ടുള്ള കാര്യം, ജസ്റ്റ് ഫോർ എ മൂമെന്റ്. പക്ഷെ അത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്ന പ്രത്യാഘാതം വളരെ ഭീകരമായിരിക്കും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ്. റൈറ്റ്? അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് ദോസ് ഹു എക്സസൈസ് ഓർ പ്ലേ റെഗുലർലി, റെഗുലറായിട്ട് കളിക്കുന്ന ആൾക്കാർ, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത ആൾക്കാർ, അവരുടെ ശരീരത്തിൽ എനർജി ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. അതാണ് ന്യൂട്രിചാർജ് എനർജി ഡ്രിങ്ക്. എനർജി ഡ്രിങ്കിന്റെ പേരൊക്കെ മാറി റിഫ്രഷർ ആണ്. പഴയ സ്ലൈഡ് ആയതുകൊണ്ട് അങ്ങനെ വിഷ്വൽ ആയതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കാം. അപ്പോൾ എനർജി ഡ്രിങ്ക് അല്ല ഇത്. ഇൻഫാക്ട് ഇറ്റ് ഗിവ്സ് യു എനർജി ഇഫ് യു ഡ്രിങ്ക് ഇറ്റ്. അതിന്റെ പേരാണ് ന്യൂട്രിചാർജ് റിഫ്രഷർ. റൈറ്റ്? അപ്പോൾ വിലയൊക്കെ സെയിം ആണ്. ഇതില് 2 തരം ഒറിജിനൽ ഫ്രൂട്ട്സുകളാണ് ചേർത്തിരിക്കുന്നത്. ഫ്രൂട്ടിന്റെ ഒറിജിനൽ ജ്യൂസ്, അതാണ് പോമഗ്രാനൈറ്റ്, മാതള നാരകം, ആൻഡ് റെഡ് ഗ്രേപ്പ്, ചുവന്ന മുന്തിരി. ഇത് 2ന്റെയും ജ്യൂസ് ഒറിജിനൽ ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ റിച്ച് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ തന്നെ രക്തത്തിന്റെ ഒരു ലെവൽ ഒന്ന് മെച്ചമാവുന്നു. രണ്ടാമത്തത് ക്ഷീണം ഉടനടി മാറുന്നു. ഓക്കെ, എനർജി ബൂസ്റ്റപ്പ് ചെയ്യപ്പെടുന്നു. അത് മാത്രമല്ല ഇലക്ട്രോലൈറ്റ്സിന്റെ അത് ചേർന്നിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റ്സ് കാൽഷ്യം, പൊട്ടാഷ്യം, ക്ലോറിൻ, സോഡിയം, മാഗ്നീഷ്യം, ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ എത്തുമ്പോൾ വളരെയധികം ക്ഷീണം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു എനർജി ലെവൽ കിട്ടിയ ബൂസ്റ്റപ്പ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ശരീരത്തിലെ ഫ്ലൂയിഡിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ വെള്ളം കൂടി കുടിക്കുമ്പോൾ, അതിന്റെ കൂടെ നമ്മൾ ബാക്കി ന്യൂട്രിചാർജിന്റെ സപ്ലിമെന്റ്സ് കൂടി കഴിക്കുമ്പോൾ 1.5 ഗുണങ്ങൾ നമുക്ക് ഇതിനെ കൊണ്ട് കിട്ടും. പ്രത്യേകിച്ചിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ചിട്ട് ലോങ് ഡ്രൈവ് പോകുന്ന ആൾക്കാരാണെങ്കിൽ, വല്ലാതെ ക്ഷീണം അനുഭവിക്കുന്ന ആളാണെങ്കിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം കഴിഞ്ഞു ഇപ്പൊ റീകൂപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ എല്ലാവരും ഒരു ദിവസം 2 നേരം കഴിക്കുന്നത് നല്ലതാണ്. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരും ദിവസേന 2 നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് പല പാർട്ടികളിൽ, പല പ്രോഗ്രാമുകളിലൊക്കെ ഇതൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാവുന്നതും കൂടിയാണ്. കാരണം ഒത്തിരി അധികം എനർജി ലെവൽ നിലനിർത്താൻ പറ്റും. അതാണ് ന്യൂട്രിചാർജ് റിഫ്രഷർ. ഇനിയിപ്പോ പെട്ടെന്ന് ചില ആൾക്കാർ ചോദിക്കാനുണ്ടായി, സാർ അതിപ്പോ കിട്ടാനില്ലല്ലോ, എപ്പോഴാണ് വരിക? അത് ഞാൻ പറയാം. കാരണം ആദ്യം ഇത് വരാതെ കുറച്ച് ലേറ്റ് ആയത് ഇതിന്റെ പാക്കിംഗ് മാറ്റാനും അതുപോലെ തന്നെ അതിന്റെ പേര് മാറ്റാനുള്ളത്. അപ്പൊ അത് മാറി വന്നപ്പോഴേക്കും നമുക്ക് തോന്നി ഇതിന്റെ കൺഫിഗറേഷനിലേക്ക് കുറച്ചും കൂടി മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, കൂടുതൽ റിസൾട്ട് കിട്ടും. അതുകൊണ്ട് ആ കൺഫിഗറേഷൻ മാറാൻ വേണ്ടി പോയതാണ്. ഉടനടി ഇത് നിങ്ങളുടെ PUCകളിലും വണ്ടർ വേൾഡ് ക്വിക്കിലും വണ്ടർ വേൾഡിലും എത്തുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ദിവസേന 2 നേരം കുടിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും എന്നതും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. സോ ഇന്ന് ഞാൻ ഏകദേശം 5-8 എത്ര കണക്കെന്ന് എനിക്കറിയില്ല, ഒത്തിരി പ്രൊഡക്റ്റുകളുടെ സംക്ഷിപ്ത വർണ്ണനം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും വളരെ സുഗമമായിട്ട് വിൽക്കാൻ പറ്റും. വിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ BV ഉണ്ടാക്കാൻ പറ്റും. BV ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടാർഗറ്റ് മാസമായതുകൊണ്ട് വലിയ അച്ചീവ്മെന്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങളുടെ ടീം വളരും, നിങ്ങൾ വളരും. അത് മാത്രമല്ല ഈ മാസം കഴിഞ്ഞിട്ടുള്ള പല വലിയ ഫംഗ്ഷനുകൾക്ക് നിങ്ങൾക്ക് ഭാഗമാകാൻ പറ്റും. റൈറ്റ്? അപ്പോ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഇതുവരെ
പ്ലാൻ അങ്ങനെയാണ്. 2 പ്രൊഡക്റ്റ് ആണ് ആ പ്രോഗ്രാമുകളിൽ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി 4-5 പ്രൊഡക്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയുകൊണ്ട് ഒരു 2 പ്രൊഡക്റ്റ് എങ്കിലും ലോഞ്ച് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോഴൊന്നും ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ്, ഒന്നും പറയാൻ പറ്റില്ല. കുറച്ചും കൂടി കഴിഞ്ഞാൽ കൂടുതൽ ഈ മാസം അവസാനിക്കുമ്പോഴേക്കും ഒരു ചെറിയ ചിത്രം മനസ്സിലാവുമായിരിക്കും. അന്നേരം ഞാൻ നിങ്ങളോട് പറയാം. സോ എനിവേ, നിങ്ങൾ എല്ലാവരും തന്നെ ആ 4 പ്രോഗ്രാമുകളിൽ കാണണം എന്നാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. കാരണം നിങ്ങളുടെ മുന്നിൽ ഒഫീഷ്യലായിട്ട്, അതായത് ആദ്യം ഞങ്ങൾ ബോംബെയിൽ ലോഞ്ചൊക്കെ ചെയ്തൊക്കെ വന്ന് പിന്നെയാണ് ഇവിടെ എല്ലാവരും മുമ്പിൽ അവതരിപ്പിക്കുക. പക്ഷെ ഇവിടെ ബോംബെയിൽ ഒന്നും പോവാതെ നിങ്ങളുടെ മുമ്പ് തന്നെ ലോഞ്ച് ചെയ്യുന്ന ഒരു മഹാഭാഗ്യ സൗഭാഗ്യം ഇപ്പോൾ കിട്ടുന്നുണ്ട്. കാരണം 21 പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതും അങ്ങനെയായിരുന്നു. ബോംബെ പോയി ലോഞ്ചൊക്കെ ചെയ്ത് പിന്നെ ഞാൻ വന്നിട്ട് ഇവിടെ ലോഞ്ച് ചെയ്യും. നിങ്ങളൊക്കെ അതിന്റെ ഒറിജിനൽ ഭാഗമാകാൻ ഒരിക്കലും പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 21 പ്രൊഡക്റ്റ് അങ്ങനെ പോയി. ഈ 2 പ്രൊഡക്റ്റ് ഒരു വ്യത്യസ്ത രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗമാകണം, എല്ലാവരും ആ പ്രോഗ്രാമിൽ ഉണ്ടാവണം. അതിനുള്ള ടാർഗറ്റ് മന്ത് ആണ് ഈ മാസം 15-ാം തീയതി വരെയുള്ള സമയം. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ മാസ അവസാനം കൊണ്ടുവരുന്ന ഈ ക്ലസ്റ്റർ ഓഫ് PV എൻഹാൻസ്മെന്റ് ആ പ്രൊഡക്റ്റുകൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഞായറാഴ്ച തന്നെ വന്നിട്ട് എടുക്കുക എന്ന് വിചാരിച്ചത്. സോ ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു എൻഹാൻസ് യുവർ ഹെൽത്ത്, enhance your wealth, and enhance your PIN, and make you and your team a part of the winning race. Okay, so God bless you all, and thank you very much. And back to